धस्य ज्ञानाञ्जनशलाकया चक्षुरुन्मीलितं येन तस्मै श्रीगुरवे नमः। श्रीचैतन्यमनोभीष्टं स्थापितं येन भूतले स्वयं रूपकदा मह्यं ददाति स्वपदान्तिकं। नमो ॐ विष्णुपादाय कृष्णपृष्ठाय भूतले श्रीमते भक्तिवेदान्तस्वामिन्निति नामिने। नमस्ते सरस्वती देवे गौरवाणी प्रचारिणे निर्विशेषशून्यवादी पाश्चात्यदेशतारिणे। जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधर श्रीवासदि गौर भक्त वृंदा। हरे कृष्णा 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 हरे हरे, हरे राम 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 हरे हरे। मूकं करोति वाचालं पंगुं लंघयते गिरिं यत्कृपातमहं वन्दे श्रीगुरुं दीनतारिणं परमानन्दमाधवं श्रीचैतन्यमीश्वरं। कृष्णाय वासुदेवाय देवकी नंदनाय च നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമഃ. ഹരേ കൃഷ്ണ. എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മുടെ ഷെഡ്യൂൾ അനുസരിച്ച് ആദ്യം ജപമാണോ, എങ്ങനെയാണ് നമ്മൾ ഫസ്റ്റ് ചെയ്യുന്നത്? അതെ പ്രഭു, ഒരു മാല ജപിക്കാം, അതിനുശേഷം. ഓക്കെ. ഇപ്പം എല്ലാവരോടും ഒരു റിക്വസ്റ്റ് ഉണ്ട്. സാധിക്കുന്നവരൊക്കെ, ഇപ്പം ആകെ എൻ്റെ വീഡിയോ മാത്രമേ വിസിബിൾ ആയിട്ടുള്ളൂ. എല്ലാവർക്കും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കാണണമെങ്കിൽ, വിരോധമില്ലെങ്കിൽ എല്ലാവരും ഒന്ന് വീഡിയോ ഓൺ ചെയ്താൽ നമുക്ക് ശബ്ദം മാത്രമല്ല അശരീരി പോലെ നമുക്ക് രൂപവും കാണാൻ സാധിക്കും. അപ്പോൾ വളരെ നന്ദി. സാധിക്കുന്നവർ ചെയ്യുക, നിർബന്ധമില്ല. സോ ആദ്യം നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു മാല ജപമാണ്. സോ നമ്മളെല്ലാം ചേർന്ന് ചൊല്ലുകയല്ലേ? ഹരേ കൃഷ്ണ മഹാമന്ത്രം. ഓക്കെ. സോ ആദ്യം ഒരു മന്ത്രം, പഞ്ചതത്വ മന്ത്രം പറയാം. അതിനുശേഷം എല്ലാവർക്കും ഹരേ കൃഷ്ണ മഹാമന്ത്രം ചേർന്ന് ചൊല്ലാം. ജയ ശ്രീ കൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസദി ഗൗരഭക്തവൃന്ദ. എല്ലാവരും അവരവരുടെ സ്പീഡിൽ ചൊല്ലുക. എല്ലാവരും മ്യൂട്ട് ചെയ്യുന്നതാണോ, എങ്ങനെയാണ് സാധാരണ ചെയ്യുന്നത്? എൻ്റെ മാത്രം അൺമ്യൂട്ടഡ് ആയിരിക്കാം, അങ്ങനെയാണോ? എല്ലാവരും അൺമ്യൂട്ടാണ്. അപ്പൊ എല്ലാവരും ചേർന്ന് ചൊല്ലാം. ഓക്കെ. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ ഹരേ, രാമ രാമ ഹരേ ഹരേ, കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ രാമ ഹരേ ഹരേ, ഹരേ രാമ രാമ ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ രാമ ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ രാമ ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ ഹരേ, ഹരേ രാമ ഹരേ ഹരേ, കൃഷ്ണ ഹരേ രാമ രാമ ഹരേ ഹരേ, ഹരേ കൃഷ്ണ ഹരേ ഹരേ, രാമ രാമ ഹരേ ഹരേ, ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ ഹരേ, ഹരേ രാമ രാമ ഹരേ ഹരേ, ഹരേ കൃഷ്ണ ഹരേ ഹരേ, രാമ രാമ ഹരേ ഹരേ, ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ ഹരേ, ഹരേ രാമ രാമ ഹരേ ഹരേ, ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ ഹരേ, രാമ രാമ ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ രാമ ഹരേ, ഹരേ കൃഷ്ണ കൃഷ്ണ രാമ രാമ ഹരേ ഹരേ, ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ ഹരേ, ഹരേ രാമ രാമ ഹരേ ഹരേ, ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ ഹരേ, ഹരേ രാമ രാമ ഹരേ ഹരേ, ഹരേ കൃഷ്ണ ഹരേ രാമ ഹരേ കൃഷ്ണ ഹരേ രാമ ഹരേ ഹരേ, ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ ഹരേ, ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ ഹരേ, ഹരേ രാമ
ഹരേ കൃഷ്ണ 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 ഹരേ രാം ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ രാം രാം ഹരേ രാം രാം ഹരേ ഹരേ രാമ കൃഷ്ണ ഹരേ കൃഷ്ണ രാമ കൃഷ്ണ രാമ രാമ ഹരേ ഹരേ രാം രാം ഹരേ രാം രാം ഹരേ 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 കൃഷ്ണ 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 ഹരേ കൃഷ്ണ 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 ഹരേ കൃഷ്ണ ഹരേ ഹരേ രാം ഹരേ രാം രാമ രാം ഹരേ രാം രാം രാമ ഹരേ രാമ ഹരേ രാമ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ രാം കൃഷ്ണ രാം രാം കൃഷ്ണ രാം ഹരേ 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 കൃഷ്ണ രാമ കൃഷ്ണ ഹരേ കൃഷ്ണ രാമ ഹരേ രാമ രാം രാമ രാം 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 ഹരേ ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ ഹരേ കൃഷ്ണ 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 ഹരേ കൃഷ്ണ രാം ഹരേ രാം ഹരേ രാം രാം ഹരേ ഹരേ രാമ ഹരേ ഹരേ രാമ കൃഷ്ണ ഹരേ രാമ കൃഷ്ണ കൃഷ്ണ രാമ ഹരേ 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 രാം രാം ഹരേ രാം രാം കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ 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 കൃഷ്ണ ഹരേ രാമ ഹരേ രാമ ഹരേ രാമ കൃഷ്ണ രാമ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ 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 കൃഷ്ണ രാം ഹരേ രാം കൃഷ്ണ രാം ഹരേ ഹരേ കൃഷ്ണ ഹരേ 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 രാമ ഹരേ രാമ രാം രാമ രാമ ഹരേ 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 കൃഷ്ണ ഹരേ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ കൃഷ്ണ രാം കൃഷ്ണ രാം കൃഷ്ണ രാം ഹരേ രാം ഹരേ 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 കൃഷ്ണ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ 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 രാം ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ രാം ഹരേ കൃഷ്ണ രാം രാം ഹരേ ഹരേ കൃഷ്ണ 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 ഹരേ കൃഷ്ണ 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 ഹരേ രാം ഹരേ രാം ഹരേ രാം രാമ രാം ഹരേ ഹരേ രാമ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ എല്ലാവരും കഴിഞ്ഞോ? നമുക്ക് പഞ്ചതത്വ മന്ത്രം ഒന്നുകൂടെ ചൊല്ലാം. ജയ ശ്രീ കൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസദി ഗൗരഭക്തവൃന്ദ. ഹരേ കൃഷ്ണ. എല്ലാവർക്കും അവസാന ദിവസത്തിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. എല്ലാവരുടെയും മൂഡ് എങ്ങനെയാണ്? എല്ലാവരും ഭഗവത്ഗീത കോഴ്സ് കഴിഞ്ഞ് എല്ലാവരും ഉത്സാഹഭരിതരായി ജീവിതത്തിൽ പുതിയൊരു വെളിച്ചം കിട്ടിയൊരു രീതിയിലാണോ ഉള്ളത്? അതോ ഇനിയും കൂടുതൽ അറിയാനുണ്ട്, ഇനിയും കാര്യങ്ങൾ മനസ്സിലാക്കാനുണ്ട്? എന്ത് മൂഡിലാണ് എല്ലാവരും ഉള്ളത്? ഒന്ന് രണ്ട് പേര് ആർക്കെങ്കിലും പറയാമോ? വരാറുണ്ട്. ഞാനിപ്പോ 2 സെഷനും പങ്കുകൊണ്ടു. എല്ലാ ദിവസവും ഒരു ദിവസം പോലും മുടങ്ങാതെ എല്ലാ ദിവസവും ഭഗവത്ഗീത കേൾക്കാറുണ്ട്. ഇനി ഞാൻ കൂടുതൽ അറിയണമെന്ന് ആഗ്രഹമുണ്ട്. എന്നാണ്. വളരെ സന്തോഷം. അമ്മയുടെ പേരെന്താണ്? ശ്യാമള ഗോപിനാഥ്. ശ്യാമള ഗോപിനാഥ്. ശ്യാമള ഗോപിനാഥ്. സ്ഥലം? എറണാകുളം ഡിസ്ട്രിക്റ്റില് പറവൂർ എന്ന് പറയും, വടക്കം പറവൂര്. വടക്കം പറവൂരാണ്. വളരെ സന്തോഷം. ഓക്കെ, ഒരാളും കൂടി ആരെങ്കിലും? അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് കിടക്കാം. ആർക്കെങ്കിലും ഒരാൾക്കും കൂടി എന്തെങ്കിലും അഭിപ്രായം പറയാനുണ്ടോ? ഹരേ കൃഷ്ണ. ദീർഘേണ്ട പ്രണാമം. ഹരേ കൃഷ്ണ. എല്ലാ ദിവസവും കേൾക്കണമെന്ന് ആഗ്രഹമുണ്ട്. എല്ലാ ദിവസവും. വളരെ സന്തോഷം. 2 സെഷനും പൂർണ്ണമായിട്ട് പങ്കെടുത്തു. 2 സെഷനിലും 2 സെഷനും പൂർണ്ണമായിട്ട് പങ്കെടുത്തു. അപ്പോ ഒരു ദിവസം കണ്ടാ പറ്റിയില്ല. ബാക്കി എല്ലാ 2 സെഷനും പൂർണ്ണമായിട്ട് പങ്കെടുത്തു. സ്പെഷ്യൽ. കൊള്ളാലോ. അപ്പോ അവർക്ക് എല്ലാവർക്കും ഒരു പ്രത്യേക. വേറെ ആരെങ്കിലും 2 സെഷൻ അറ്റൻഡ് ചെയ്തവരുണ്ടോ? അമ്മ പറഞ്ഞില്ലേ അവരും 2 സെഷൻ അറ്റൻഡ് ചെയ്തു. ഞാനും ശ്യാമള 2 സെഷനും അറ്റൻഡ് ചെയ്തു. ഒരു ദിവസം പോലും മുടങ്ങാതെ. വളരെ സന്തോഷം. ജയന്തി. ഓക്കെ, എല്ലാവർക്കും ഒന്ന് വീഡിയോയിൽ വരാൻ സാധിക്കുമോ? സാധിക്കുമെങ്കിൽ ഒന്ന് പരസ്പരം കണ്ടിരിക്കാമല്ലോ. ഒരു കാര്യം ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. ഇപ്പോ ശ്യാമള ഗോപിനാഥ് മാതാജി 2 ക്ലാസ് അറ്റൻഡ് ചെയ്തു, 2 കോഴ്സും ഫുള്ളി അറ്റൻഡ് ചെയ്തു എന്ന് പറഞ്ഞു. നിങ്ങൾക്ക് ഒരുപക്ഷെ അറിയാത്തൊരു കാര്യം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. ഇതുവരെയുള്ള എല്ലാ ക്വിസും സമയത്ത് തന്നെ ആൻസർ ചെയ്തിട്ടുള്ള വ്യക്തിയാണ് മാതാജി.
ഓ, നമസ്കാരം. പ്രത്യേക ഒരു അതൊരു പ്രത്യേക കയ്യടി അർഹിക്കുന്നതാണ്. വളരെ സന്തോഷം. ശ്രീകൃഷ്ണ ഭഗവാന്റെ എല്ലാവിധ അനുഗ്രഹവും മാതാജിക്കും കുടുംബത്തിനും എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്ന് പറഞ്ഞ് നമ്മൾ എല്ലാവരും ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ഹരേ കൃഷ്ണ. അതേ അനുഗ്രഹം പങ്കെടുത്ത എല്ലാവർക്കും ഉണ്ടാവണമെന്നും പ്രാർത്ഥിക്കുന്നു. എല്ലാ പാർട്ടിസിപ്പൻസിനും വളരെ നന്ദി. സോ നമുക്കിന്ന് ചെറിയൊരു ഗീത കോഴ്സിൻ്റെ അവസാന ദിവസമായതുകൊണ്ട് നമുക്ക് കുറച്ച് കാര്യങ്ങൾ പങ്കിടാം. ഒരു 1-2 കഥകൾ കേൾക്കാം. അതിനുശേഷം മുന്നോട്ട് നമുക്ക് എന്ത് ചെയ്യാം, നമ്മളിപ്പോൾ ഉള്ള ഉത്സാഹം നിലനിർത്താനും അതിനെ ഉത്സാഹം ഉണ്ടാക്കുക എളുപ്പമാണ് അല്ലേ, പക്ഷെ ഉത്സാഹം നിലനിർത്തുക ഭയങ്കര ബുദ്ധിമുട്ടാണ്. ശരിയല്ലേ? പൈസ സമ്പാദിക്കുക വളരെ അതെളുപ്പമല്ല, എന്നാലും സമ്പാദിക്കുന്നതിനേക്കാളും കൂടുതൽ ബുദ്ധിമുട്ട് എന്താണ്? സമ്പാദിച്ച ധനം കാത്തു നഷ്ടപ്പെടാതെ സൂക്ഷിക്കുക. സൂക്ഷിക്കണം. അതെ, കേടുവരാതെ അതിനെ നിലനിർത്തുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടാണ്. റൈറ്റ്? എന്ത് നല്ല ഹാബിറ്റും ഒരു നല്ല ശീലവും ഉണ്ടാക്കിയെടുക്കുക അത്ര ബുദ്ധിമുട്ടുള്ള കാര്യമല്ല, പക്ഷെ ഉണ്ടാക്കിയ നല്ല ശീലത്തെ നിലനിർത്തുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അല്ലേ? അപ്പം അത് നമുക്ക് എങ്ങനെ ചെയ്യാം എന്നുള്ളത് നമുക്ക് നോക്കാം. പക്ഷെ ആദ്യം ഭഗവത്ഗീതയിൽ എല്ലാവരും 18 അധ്യായങ്ങളും വായിച്ചു. അതിനകത്ത് ഒരു പ്രത്യേക ശ്ലോകത്തെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നു. 9-ാം അധ്യായത്തിലെ 29-ാം ശ്ലോകം. അധ്യായം 9, ശ്ലോകം 29. ആരുടെങ്കിലും കയ്യിൽ ഭഗവത്ഗീത ഉണ്ടെങ്കിൽ അത് എടുത്ത് ഈ ശ്ലോകത്തിലേക്ക് വന്ന് അത് ആ ശ്ലോകവും അതിൻ്റെ വിവർത്തനം എന്ന് വെച്ചാൽ അതിൻ്റെ മീനിങ് മാത്രം ഒന്ന് വായിച്ചാൽ വളരെ ഉപകാരമായിരുന്നു. ആരുടെ കയ്യിലുണ്ട് ഭഗവത്ഗീത? എന്റെ കയ്യിലുണ്ട് പ്രഭുജി, ഞാൻ വായിക്കട്ടെ. ജയന്തി മാതാജി, ശരി, വായിക്കൂ. അധ്യായം 9, ശ്ലോകം 29. സമൂഹം സർവഭൂതേഷു ന മേ ദ്വേഷ്യോസ്തി ന പ്രിയാ യേ ഭജന്തി തു മാം ഭക്ത്യാ മയി തേ തേഷു ചാപ്യഹം. ഭാവാർത്ഥം വായിക്കണോ? ഭാവാർത്ഥമല്ല, അതിന്റെ മീനിങ് ഉണ്ടാവില്ലേ? അഹം, ഞാൻ, സർവഭൂതേഷു, സർവഭൂതങ്ങളിലും, വിവർത്തനം, എനിക്കാരോടും അസൂയയില്ല, പക്ഷപാതവും ഇല്ല, എല്ലാറ്റിനോടും സമഭാവനയാണ് എനിക്കുള്ളത്. പക്ഷേ ഭക്തി പുരസ്സരം ആരാണോ എന്നെ സേവിക്കുന്നത് അയാൾ എൻ്റെ സുഹൃത്തും ഞാൻ അയാളുടെ സുഹൃത്തുമാണ്. അവൻ എന്നിൽ അധിവസിക്കുന്നു. ഓക്കെ, വളരെ നന്ദി. ഹരേ കൃഷ്ണ. സോ ഇത് ആരാണ് പറയുന്നത്? ആരുടെ വാക്കുകളാണിത്? ആരാണ് പറയുന്നത്? സമൂഹം സർവഭൂതേഷു. ഭഗവാൻ കൃഷ്ണൻ. അർജുന ഉവാചയാണോ ശ്രീ ഭഗവാൻ ഉവാചയാണോ? അത് ശ്രീ ഭഗവാൻ ഉവാച. ഭഗവാൻ ഉവാച. ശ്രീകൃഷ്ണ ഭഗവാനാണ് പറയുന്നത്. എന്താണ് പറയുന്നത്? സമൂഹം സർവഭൂതേഷു. ഈ സൃഷ്ടിയിലുള്ള അനന്തമായ ചരാചരങ്ങളുണ്ട്. എത്ര എണ്ണമറ്റ ചരാചരങ്ങൾ ഈ സൃഷ്ടിയിലുണ്ട്. അവരോടെല്ലാവരോടും ഞാൻ സമഭാവന പുലർത്തുന്നു. സമൂഹം സർവഭൂതേഷു എന്ന് ശ്രീകൃഷ്ണ ഭഗവാൻ പറയുന്നു. നമേ ദ്വേഷ്യോ അസ്തി ന പ്രിയ. എനിക്ക് എന്താണ്, ശത്രുവായിട്ട് ആരുമില്ല, എനിക്ക് കൂടുതൽ പ്രിയങ്കരമായിട്ടും അങ്ങനെ ഒരു പക്ഷപാതം എനിക്കില്ല എന്ന് ഭഗവാൻ പറയുന്നു അല്ലേ? എനിക്ക് എല്ലാവരും സമമാണ് എന്ന് പറയുന്നു. അതേസമയം ഭഗവാൻ എന്ത് പറയുന്നു? യേ ഭജന്തി തു മാം ഭക്ത്യ. എന്നെ ആര് ഭജിക്കുന്നുവോ അങ്ങനെയുള്ള വ്യക്തികളിൽ മയി തേ തേഷു ചാപ്യഹം. അവരെന്നിൽ വസിക്കുന്നു, ഞാൻ അവരിൽ വസിക്കുന്നു. എന്ന് വെച്ചാൽ അവര് എൻ്റെ ഒരു സുഹൃത്തായി മാറുന്നു എന്ന് ഇവിടെ ശ്രീകൃഷ്ണ ഭഗവാൻ പറയുന്നു. നമുക്കറിയാം ഭഗവത്ഗീത ശ്രീകൃഷ്ണ ഭഗവാൻ അർജുനനോട് പറയുന്നത് മഹാഭാരത കുരുക്ഷേത്ര യുദ്ധക്കളത്തിലാണെന്നുള്ളത് നമുക്കറിയാം.
അതിനു മുൻപ് ആ യുദ്ധം നടക്കാൻ വന്ന സാഹചര്യങ്ങളെക്കുറിച്ചും ഇതിനു മുൻപ് നമുക്കറിയാം പാണ്ഡവന്മാര് ഇന്ദ്രപ്രസ്ഥം ഭരിച്ചുകൊണ്ടിരുന്ന സമയത്ത് ചൂതാട്ടത്തിന് വേണ്ടി ദുര്യോധനൻ പാണ്ഡവന്മാരെ വിളിക്കുന്നു. ഇതറിയാമല്ലോ അല്ലേ? ഈ കഥ നമ്മളെല്ലാവരും മഹാഭാരതം സുപരിചിതമായിരിക്കും. ചൂതാട്ടത്തിന് വേണ്ടി വിളിക്കുന്നു. അങ്ങനെ യുധിഷ്ഠിരൻ ധർമ്മപുത്രൻ ആ ക്ഷണം സ്വീകരിക്കുകയും വെല്ലുവിളി സ്വീകരിക്കുകയും ദുര്യോധനാദികൾ ഒരു പക്ഷത്തും മറുപക്ഷത്ത് യുധിഷ്ഠിരൻ മുതലായ പാണ്ഡവന്മാര് രണ്ടുപേരും തമ്മിൽ ചൂതാട്ടം നടക്കുന്നു. അതില് ശരിയായ രീതിയിൽ അല്ലെങ്കിൽ പോലും ഒരു കള്ളക്കളി കൊണ്ടാണ് എന്ന് പറയുന്നുണ്ട്. എന്നിരുന്നാലും അവസാനം പാണ്ഡവന്മാര് യുധിഷ്ഠിരൻ പരാജയം ഏൽക്കേണ്ടി വരുന്നു. അതിൻ്റെ പരിണാമമായി അവർക്ക് വനവാസത്തിലേക്ക് പോകേണ്ടി വരുന്നു. ഈ കഥയൊക്കെ നമുക്കറിയാം. 13 വർഷം വനവാസത്തിൽ കഴിഞ്ഞ് അതിലൊരു വർഷം അജ്ഞാതവാസം. ഇതെല്ലാം കഴിഞ്ഞ് പാണ്ഡവന്മാർ തിരിച്ചു വരുന്നു. തിരിച്ചു വന്ന് തങ്ങൾക്ക് അർഹതപ്പെട്ട തങ്ങളുടെ രാജ്യത്തിൻ്റെ ഭാഗം തിരിച്ചു ചോദിക്കുന്ന സമയത്ത് ദുര്യോധനൻ എന്ത് പറയുന്നു? അത് സാധ്യമല്ല, അത് ഞാൻ തിരിച്ചു തരുന്ന പ്രശ്നമേ ഇല്ല എന്ന് പറയുന്ന സമയത്ത് അവർ തമ്മിലുള്ള ഒരു ബന്ധം കൂടുതൽ രൂക്ഷമാകുന്നു. കാരണം ധാർമ്മികമായി ആ ചൂതാട്ടത്തിൽ പറഞ്ഞിരുന്ന കാര്യം അനുസരിച്ച് തന്നെ ഇവർ വനവാസം കഴിഞ്ഞ് തിരിച്ചു വന്നതാണ്. അതുകൊണ്ട് തീർച്ചയായും അവർക്ക് ആ രാജ്യം വീണ്ടും അർഹതപ്പെട്ടതാണ് ധാർമ്മികമായി തന്നെ. പക്ഷെ ദുര്യോധനൻ അത് ചെവിക്കൊണ്ടില്ല. ആ സമയത്ത് കാര്യങ്ങള് ഇനിയും ബുദ്ധിമുട്ടിലേക്ക് പോകരുത്, പ്രശ്നങ്ങളിലേക്ക് പോകരുത് എന്നുള്ള സമയത്ത് നമുക്കറിയാം രാജ്യങ്ങൾ തമ്മിൽ തന്നെ പ്രശ്നം വരുന്ന സമയത്ത് അവരെന്താണ് ചെയ്യുക? ഓരോ രാജ്യത്തിൻ്റെയും വിദേശകാര്യ മന്ത്രിമാരും അതുപോലുള്ള രാജ്യത്തിലുള്ള പ്രധാനപ്പെട്ട എന്താ പറയുക ദൂതന്മാര് അവരെല്ലാവരും തമ്മിൽ ഒരു സന്ധി സംഭാഷണം ചെയ്യാൻ ശ്രമിക്കും. പ്രശ്നങ്ങൾ സംസാരിച്ച് എന്താ പറയുക ഒരു ഡയലോഗ് വഴി സംവാദം വഴി പ്രശ്നങ്ങൾക്ക് ഒത്തുതീർപ്പുണ്ടാക്കാൻ ശ്രമിക്കും. അങ്ങനെയാണല്ലോ പതിവ് ഇല്ലേ? പ്രബുദ്ധരായ സംസ്കാരശീലരായ മനുഷ്യർ അങ്ങനെയാണ് പ്രശ്നങ്ങൾ പരിഹരിക്കുന്നത്. അതുകൊണ്ട് പാണ്ഡവന്മാരുടെ ദൂതനായിട്ട് ആര് പോകുന്നു ഇവിടെ? ആരാണ് പാണ്ഡവ ദൂതനായിട്ട്? ശ്രീകൃഷ്ണൻ. സാക്ഷാൽ ശ്രീകൃഷ്ണ ഭഗവാൻ തന്നെ പാണ്ഡവന്മാർക്ക് ദൂതനായിട്ട് പോകാൻ മുന്നോട്ട് വരുന്നു. റൈറ്റ്? ഇപ്പോഴും തമിഴ്നാട്ടില് കാഞ്ചീപുരം എന്ന് പറയുന്ന സ്ഥലം മദ്രാസിനടുത്ത് പോയിട്ടുണ്ടാവും. കാഞ്ചീപുരം ഒരുപാട് ക്ഷേത്രങ്ങൾ നിറഞ്ഞ ഒരു ക്ഷേത്ര നഗരിയാണ് ദക്ഷിണ ഭാരതത്തിൽ. അവിടെ പോയാൽ പാണ്ഡവദൂത പെരുമാൾ എന്ന് പറയുന്ന വളരെ ഒരു സുന്ദരമായ ക്ഷേത്രമുണ്ട്. അനേകം ക്ഷേത്രങ്ങളുണ്ട്. അതിൻ്റെ കൂടെ പാണ്ഡവദൂത പെരുമാളുണ്ട്. വളരെ ഭംഗിയാണ് ഭഗവാനെ കാണാൻ. പാണ്ഡവന്മാരുടെ ദൂതനായിട്ട് കൗരവസഭയിലേക്ക് നടന്നു പോകുന്ന ഒരു ശ്രീകൃഷ്ണ ഭഗവാന്റെ രൂപം. അങ്ങനെ കൃഷ്ണൻ ഹസ്തിനപുരത്തിലേക്ക് എത്തിച്ചേരുന്നു. ആദ്യം ദുര്യോധനൻ പല രീതിയിലും ശ്രീകൃഷ്ണ ഭഗവാനെ തൻ്റെ വശത്താക്കാൻ ശ്രമിക്കുന്നു. ദൂതനായി പാണ്ഡവന്മാരുടെ ദൂതനായി പോയിരിക്കുന്ന ശ്രീകൃഷ്ണനെ പറഞ്ഞ് മയക്കി മനസ്സ് മാറ്റി കൗരവന്മാരുടെ സൈഡിലേക്ക് എത്തിക്കഴിഞ്ഞാൽ നമുക്ക് ഒരു മേൽക്കോയ്മ കിട്ടും. കൃഷ്ണൻ വളരെ ശക്തിമാനാണ്, അതുകൊണ്ട് കൃഷ്ണനെ നമ്മുടെ പോക്കറ്റിൽ ഇടുന്നതാണ് ബുദ്ധി എന്ന് ആര് വിചാരിച്ചു? ആരുടെ കാര്യം അവിടെ പറയുന്നത്? കൗരവർ. ദുര്യോധനൻ അല്ലേ? ദുര്യോധനൻ അങ്ങനെ വിചാരിച്ചു. പക്ഷേ ദുര്യോധനൻ പല രീതിയിൽ അത് നടപ്പിലാക്കാൻ ശ്രമിച്ചു. കൃഷ്ണന് വലിയ ആഡംബരമായ കൊട്ടാരം, ഹസ്തിനാപുരത്തിലേക്ക് ദൂതനായി വന്നിരിക്കല്ലേ, അപ്പൊ ദൂതനെ സൽക്കരിക്കണം എന്ന് പറഞ്ഞ് ഹസ്തിനാപുര നഗരിയിൽ തന്നെയുള്ള ഏറ്റവും ആഡംബരമായ ഏറ്റവും പോഷ് പാലസ്, ആഡംബരം നിറഞ്ഞ കൊട്ടാരം, അത് ദുശാസനന്റെ കൊട്ടാരമായിരുന്നു. ധൃതരാഷ്ട്രന്റെയും ദുര്യോധനന്റെയും ഒക്കെ കൊട്ടാരത്തെക്കാളും കൂടുതൽ പ്രൗഢിയുള്ള കൊട്ടാരം ദുശാസനന്റെ ആയിരുന്നു. അവിടെ ശ്രീകൃഷ്ണ ഭഗവാന് താമസമൊരുക്കി. അതുപോലെ തന്നെ ശ്രീകൃഷ്ണ ഭഗവാന് വെണ്ണ വളരെ ഇഷ്ടമാണെന്നുള്ളത് കൊണ്ട്
വെണ്ണയും നെയ്യും വെച്ച് എല്ലാ തരത്തിലുള്ള ആഹാര പദാർത്ഥങ്ങളും, പൂരി, എന്താ പറയുക, പക്കോട, അത് ഇത് എന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാം നെയ്യും വെണ്ണയും കൊണ്ട് പല വിഭവങ്ങൾ ഉണ്ടാക്കി. പിന്നെ കൃഷ്ണനെ സ്വീകരിക്കാൻ വേണ്ടി വളരെ സുന്ദരികളായ കന്യകമാരെ വെച്ച് നൃത്തം ചെയ്യിപ്പിച്ചു. ഇങ്ങനെ പലതും ദുര്യോധനൻ ശ്രമിച്ചു. പക്ഷേ ശ്രീകൃഷ്ണ ഭഗവാൻ എന്തു പറഞ്ഞു? എനിക്കിതൊന്നും ആവശ്യമില്ല. അവിടെ എൻ്റെ ഭക്തൻ വിതുരൻ ഒരു ചെറിയൊരു കുടിലാണ്, അവിടെ വന്ന് നിൽക്കുന്നുണ്ട്. അദ്ദേഹത്തിന് അറിയില്ല ഞാൻ വരുന്നുണ്ടെന്ന് എന്താണ് വിതുരർക്ക് നന്നായിട്ട് അറിയാം. പക്ഷെ എന്നാലും വിതുരന്റെ വസതിയിലേക്ക് പോകും എന്നുള്ള ചെറിയൊരു ലവലേശം പോലും പ്രതീക്ഷ ആർക്കുണ്ടായിരുന്നില്ല? വിതുരർക്കുണ്ടായിരുന്നില്ല. ഇത്രയും ദരിദ്രനായ ഞാൻ, എൻ്റെ അടുത്ത് എങ്ങനെ ശ്രീകൃഷ്ണൻ വരും? അദ്ദേഹം ചിന്തിച്ചു പോലും ഇല്ല. അങ്ങനെ ഓർക്കാപ്പുറത്ത് ചിന്തിക്കാതിരിക്കുന്ന സമയത്ത് കൃഷ്ണൻ എന്ത് ചെയ്യുന്നു? വിതുരരുടെ വീട്ടിലേക്ക് വരുന്നു. വിതുരരുടെ പത്നി നൽകുന്ന, എന്താണ് അവർ നൽകിയത്? പഴം ആണോ നൽകിയത്? അവരാ സ്നേഹാധിക്യത്താൽ എന്ത് ചെയ്തു? പഴത്തൊലി. സാധാരണ നമ്മൾ എന്ത് ചെയ്യും? പഴം തോല് കളഞ്ഞിട്ട് പഴമാണ് നമ്മൾ ഒരു അതിഥി വന്നാൽ കൊടുക്കുക. പക്ഷേ ശ്രീകൃഷ്ണ ഭഗവാൻ വന്ന സമയത്ത് ആ പ്രേമാധിക്യം കൊണ്ട് എന്ത് ചെയ്തു? ആ പഴം എടുത്ത് കളഞ്ഞ് പഴത്തൊലിയുണ്ട്, അത് ശ്രീകൃഷ്ണ ഭഗവാന് കൊടുക്കുന്നു. അവരറിയാതെയാണ് ഇത് ചെയ്യുന്നത്. പണ്ട് ശബരി ആ പഴം, ഞാവൽപ്പഴം എന്താണെന്ന് വെച്ചാൽ അത് കടിച്ച് അത് മധുരമാണോ എന്ന് നോക്കി അതിൻ്റെ എച്ചില് ശ്രീരാമചന്ദ്ര ഭഗവാന് കൊടുത്ത സമയത്ത് ശ്രീരാമചന്ദ്ര ഭഗവാൻ അത് ഒന്നും പറയാതെ ആ പ്രേമം കാരണം ഭഗവാൻ സ്വീകരിക്കുന്നു. അതേപോലെ തന്നെ ഇവിടെ ശ്രീകൃഷ്ണ ഭഗവാൻ പഴത്തോല് അത് കഴിക്കാം, പശുവിന് കൊടുക്കേണ്ട കാര്യമാണ്, പക്ഷെ ഭഗവാൻ അത് സ്വീകരിക്കുന്നു. പിന്നെ വിതുരന്റെ വസതിയിൽ തന്നെ ഭഗവാൻ താമസിക്കുന്നു. ഈ കാര്യങ്ങളൊക്കെ നമുക്കറിയാം, നമ്മൾ കേട്ട കഥ തന്നെയാണ്. അതിനുശേഷം അവിടെ സന്ധി സംഭാഷണം ധൃതരാഷ്ട്രരുടെ ഹസ്തിനാപുരത്തിലെ രാജസഭയിൽ വെച്ച് സന്ധി സംഭാഷണം നടക്കുന്നു. എങ്ങനെയെങ്കിലും യുദ്ധം ഒഴിവാക്കി പാണ്ഡവന്മാരും കൗരവന്മാരും തമ്മിലൊരു ഒത്തുതീർപ്പുണ്ടാക്കാം എന്ന് ശ്രീകൃഷ്ണ ഭഗവാൻ എന്ന പ്രതീക്ഷയോടെ ഭഗവാൻ അവിടേക്ക് പോകുന്നു. അവിടെ ഇതാണ് കാര്യം. പഞ്ചപാണ്ഡവന്മാർക്ക് അവരർഹിക്കുന്ന 13 വർഷത്തെ വ്യവസ്ഥ അനുസരിച്ചുള്ള അജ്ഞാതവാസവും വനവാസവും എല്ലാം പൂർത്തിയാക്കി തിരിച്ചു വന്നിരിക്കുന്നു. ദയവായി അവരർഹിക്കുന്ന ആ ഇന്ദ്രപ്രസ്ഥം ദയവായി തിരിച്ചു കൊടുക്കുക. മറ്റൊന്നും പറയാതെ, മറ്റൊരു പരാതിയുമില്ലാതെ ഞാൻ തിരിച്ചു പോയിക്കൊള്ളാം. ഞാൻ പാണ്ഡവന്മാരുടെ ഒരു ദൂതൻ മാത്രമാണ് എന്ന് ശ്രീകൃഷ്ണ ഭഗവാൻ പറയുന്നു. പക്ഷേ ദുര്യോധനൻ ഒഴിച്ചുള്ള ബാക്കി എല്ലാവർക്കും, ഈവൻ ധൃതരാഷ്ട്രർക്ക് പോലും അത് ന്യായമായി തോന്നി എന്നാണ് മഹാഭാരതം പറയുന്നത്. ആലോചിച്ച് നോക്കൂ. ധൃതരാഷ്ട്രർക്ക് പോലും അത് ശരിയാണല്ലോ, അതിലെന്താണ് അന്യായം? അത് അവരർഹിക്കുന്നത് തന്നെയാണ്. അവർ നിയമപരമായി തന്നെയാണ്, വ്യവസ്ഥാപരമായി ധാർമ്മികമായി ചോദിക്കുന്നു. പക്ഷേ ഒരാൾക്ക് മാത്രം അത് സ്വീകാര്യമല്ല. ആര്? ദുര്യോധനൻ. അദ്ദേഹത്തിന് മാത്രം ഇത് സ്വീകാര്യമല്ല. അപ്പൊ ദുര്യോധനൻ പറഞ്ഞു അതൊട്ടും സാധ്യമല്ല. അത് ഇന്ദ്രപ്രസ്ഥമൊക്കെ അന്ന് ചൂത് കളിക്കുന്ന സമയത്ത് ആലോചിക്കണമായിരുന്നു. അതൊക്കെ ബെറ്റ് വെച്ച് കഴിഞ്ഞു, അതൊക്കെ എനിക്ക് തന്നെ അർഹതപ്പെട്ടതാണ്. സമയം കഴിഞ്ഞു, അത് തിരിച്ചു കൊടുക്കണം. അതൊന്നും ദുര്യോധനൻ സ്വീകരിക്കുന്നേയില്ല. അവസാനം ശ്രീകൃഷ്ണ ഭഗവാൻ എന്ത് ചെയ്തു? ഇങ്ങനെ വിട്ടാ ഇയാൾ സമ്മതിക്കാൻ പോകുന്നില്ല എന്ന് പറഞ്ഞ് ഭഗവാൻ തന്നെ ആ വ്യവസ്ഥയെ ഇളവ് ചെയ്തു. എന്നിട്ട് എന്ത് പറഞ്ഞു? 5 ഗ്രാമങ്ങൾ മാത്രം തരിക, അല്ലേ? അത്രയും മതി. 5 ഗ്രാമങ്ങൾ തന്നാ മതി, പാണ്ഡവന്മാർ അതുകൊണ്ട് തൃപ്തരായിക്കൊള്ളും. അതിന് ഞാൻ ഗ്യാരണ്ടി എന്ന് ശ്രീകൃഷ്ണ ഭഗവാൻ പറയുന്നു. 5 ഗ്രാമങ്ങളാക്കി അത് കുറച്ചു. എന്നിട്ടും ദുര്യോധനൻ സാധിക്കില്ല എന്ന് പറഞ്ഞു. അതിനുശേഷം ശ്രീകൃഷ്ണ ഭഗവാൻ അതിനെ 1 ഗ്രാമമായി കുറച്ചു എന്നാണ് പറയുന്നത്. ഒറ്റ ഗ്രാമമായി കുറച്ചു. എന്നിട്ടും ദുര്യോധനൻ സമ്മതിക്കുന്നില്ല. കാര്യം ദുര്യോധനന്റെ മനസ്സിൽ എന്തായിരുന്നു എന്ന് പറയുന്നുണ്ട്. ഇത്രയും ധാർമ്മികരായ, ഇത്രയും വലിയ ഭക്തന്മാരായ പാണ്ഡവന്മാരുടെ കൂടെ തന്നെയായിരിക്കും എല്ലാ ദേവന്മാരും. 1 ഗ്രാമം കിട്ടിയാലും അവരുടെ സദ്ഭരണം കാരണം ആ ഗ്രാമം വികസിച്ച് 1 ഗ്രാമം വികസിച്ച് 5 ആവും, 5 വികസിച്ച് 25 ആവും. അവസാനം ഹസ്തിനാപുരം അവരുടെ കൈപ്പിടിയിൽ ഒതുങ്ങും. ഇതറിയാം.
ദുര്യോധനന്. അതുകൊണ്ട് ദുര്യോധനൻ അവസാനം പറഞ്ഞു, ഒരു സൂചി കുത്താനുള്ള സ്ഥലം പോലും ഞാൻ നൽകില്ല എന്ന് പറഞ്ഞു. ഇതാണ് ഭഗവത്ഗീത കേൾക്കാത്ത ദുര്യോധനന്റെ അവസ്ഥ. മനസ്സിലായില്ലേ? ഇങ്ങനെ ഇന്നും ജനങ്ങൾ ലോകത്തിലുണ്ട്. അത്യാർത്തിയും വിദ്വേഷവും ക്രോധവും നിറഞ്ഞ ജനങ്ങൾ ഇന്ന് കലിയുഗത്തിൽ കൂടി വരികയാണ്, ഇല്ലേ? ചിലപ്പോ നമ്മുടെ കുട്ടികളൊക്കെ ഇതുപോലുള്ള ജനങ്ങളുടെ സ്വാധീനത്തിൽ വരുമ്പോൾ അവരുടെ ജീവിതം വളരെ ദുസ്സഹമാവും, ഇല്ലേ? അവരൊക്കെ ആരാണ് ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്? സോഷ്യൽ മീഡിയയിൽ ആരൊക്കെയാണ് നമ്മളെയും നമ്മുടെ കുട്ടികളെയും ഇൻഫ്ലുവൻസ് ചെയ്യുന്നതെന്ന് നമുക്കറിയില്ല. ചില ദുര്യോധനന്മാരൊക്കെ അവിടെ ഉണ്ട്, റൈറ്റ്? അപ്പം അങ്ങനെ ഇരിക്കുമ്പോൾ ഇത്രയും കഴിഞ്ഞു. അവസാനം ശ്രീകൃഷ്ണ ഭഗവാനെ പിടിച്ചു കെട്ടാൻ വേണ്ടി ദുര്യോധനൻ ആജ്ഞാപിച്ചു. ആരെവിടെ? ഈ ഗോപാലനെ, ക്ഷത്രിയൻ പോലും അല്ല, ഒരു ഇടയ ബാലകനാണ്, ഞാനെന്തോ വലിയ ആളാണെന്ന് പറഞ്ഞ് തൻ്റെ ശക്തി കാണിക്കുകയാണ്, തൻ്റെ സ്വാധീനം കാണിക്കുകയാണ്. പിടിച്ചു കെട്ടു എന്ന് പറഞ്ഞു. നമുക്കറിയാം ശ്രീകൃഷ്ണ ഭഗവാൻ ഇവിടെ നിങ്ങൾ 11-ാം അധ്യായം വായിച്ച സമയത്ത് ഒരു വിശ്വരൂപം കാണിച്ചിട്ടുണ്ടാവും. ആ വിശ്വരൂപത്തിൻ്റെ ഒരു തംനെയിൽ വെർഷൻ എന്നാണ് പറയുന്നത്, റൈറ്റ്? ആ വലിയ വിശ്വരൂപത്തിൻ്റെ ഒരു ചെറിയൊരു വെർഷൻ അവിടെ കൗരവ സഭയിൽ ശ്രീകൃഷ്ണ ഭഗവാൻ കാണിക്കുന്നു. ദുര്യോധനൻ ബന്ധിക്കാൻ ശ്രമിച്ച ആ ശ്രമം പാടെ പരാജയപ്പെടുന്നു. ഇത്രയൊക്കെ സംഭവിച്ചു. ഓക്കെ, ഇത് മനസ്സിൽ വെക്കുക. ഇനി അടുത്ത കാര്യം, അങ്ങനെ ആ സന്ധി സംഭാഷണം പരാജയപ്പെട്ടു. അടുത്തത് എന്താണപ്പോ? സന്ധി സംഭാഷണം പരാജയപ്പെട്ട എന്ത് സംഭവിക്കും? യുദ്ധം, അല്ലെ? അടുത്തത് യുദ്ധമാവാറായി. യുദ്ധത്തിനുള്ള തയ്യാറെടുപ്പ് നടക്കുമ്പോൾ ശ്രീകൃഷ്ണ ഭഗവാൻ ഒരു വിളംബരം ചെയ്തു. ഭഗവാന്റെ ഒരു പ്രസ്താവന, പരസ്യമായ പ്രസ്താവന, ഈ യുദ്ധത്തില് ഞാൻ ആയുധമെടുക്കില്ല, മറ്റൊരു ഭാഗത്ത് എൻ്റെ സൈന്യം, എൻ്റെ നാരായണ സൈന്യമുണ്ട്, അല്ലേ? അപ്പൊ ഇങ്ങനെ വന്ന സമയത്ത് അർജുനനും ദുര്യോധനനും രണ്ടുപേരും കൃഷ്ണനെ കാണാൻ പോകുന്നു. ആലോചിച്ച് നോക്കൂ രംഗം. സന്ധി സംഭാഷണം കഴിഞ്ഞിട്ടേ ഉള്ളൂ, അത് പരാജയപ്പെട്ടു, യുദ്ധത്തിനുള്ള തയ്യാറെടുപ്പ് നടക്കുന്നു, ദുര്യോധനനും അർജുനനും കൂടി കൃഷ്ണനെ കാണാൻ പോകുന്നു. കൃഷ്ണന്റെ സ്ഥാനത്ത് നമ്മളാണെങ്കിൽ, ദുര്യോധനൻ വന്നിട്ടുണ്ട് ഇത്രയും ചെയ്തു കഴിഞ്ഞിട്ട്, ഓക്കെ, സന്ധി സംഭാഷണം പരാജയപ്പെടുത്തി, കൃഷ്ണനെ, ആ ദൂതനെ ബന്ധിക്കാൻ ശ്രമിച്ചു. ആ വന്ന ആളാണ് ഇപ്പൊ സഹായ അഭ്യർത്ഥനയും കൊണ്ട് കൃഷ്ണന്റെ അടുത്ത് വന്നിരിക്കുന്നത്. കൃഷ്ണന്റെ സ്ഥാനത്ത് നമ്മളാണെങ്കിൽ എന്ത് ചെയ്യും? കണ്ട ഭാവം നടിക്കില്ല. ഓക്കെ, അത്രേ ഉള്ളോ? സംസാരിക്കാൻ തയ്യാറില്ല. ഓക്കെ, ഇതൊക്കെ വളരെ സോഫ്റ്റ് ആയിട്ട് പറയുന്നു. നമ്മളാണെങ്കിൽ ആ സ്ഥാനത്ത് നമ്മളൊരു സന്ധി സംഭാഷണത്തിന് പോയി എന്തെങ്കിലും പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി പോയി, അത് സമ്മതിച്ചില്ല എന്ന് മാത്രമല്ല, നമ്മളെ പിടിച്ച് കെട്ടാൻ ശ്രമിച്ചു. നമ്മുടെ ഭാവം എന്തായിരിക്കും? ദേഷ്യം. ഓക്കെ, മറ്റാർക്കും ഒന്നും പറയാനില്ലേ? പോയി പണി നോക്കാൻ പറയും. നീ പോയി പണി നോക്കുന്നു പറയും, അല്ലേ? പിന്നെ മറ്റെന്തൊക്കെ പറയും? ആ സ്ഥാനത്ത് നമ്മളായിരുന്നെങ്കിൽ എന്ത് പറയും? പേര് വിളിക്കണോ? രമ, രാധിക ഹരി, ജനകുമാരി, ഉഷാദേവി, ജയ ഇവരൊന്നും സംസാരിച്ചില്ല. രാജലക്ഷ്മി മാതാജി സംസാരിച്ചു. ഗിരിജ പുരുഷോത്തമൻ എന്തു പറയും? ഇതൊക്കെ നിങ്ങൾ പാവമായിട്ട് മറുപടി പറയുന്നു. കുറച്ചുകൂടെ നമ്മളാണ് ആ സ്ഥാനത്തെങ്കിൽ എന്ത് പറയും? ഇറങ്ങിപ്പോടാന്ന് പറയാം. കൊള്ളാം, കുറച്ച് ഭേദമായി മാതാജി. ശരി, ആലോചിച്ച് നോക്കാം, ഭാവത്തിന് നോക്കൂ. നമ്മളിട്ട് പാര വെച്ച ആളാണ് ഇപ്പൊ സഹായ അഭ്യർത്ഥനയും കൊണ്ട് വന്നിരിക്കുന്നത്. ആർക്കൊന്നും പറയാനില്ല.
ഓക്കെ, എല്ലാവരും വളരെ ശാന്തരാണല്ലോ. ശരി. സോ ഇങ്ങനെ ഇരുന്ന സിറ്റുവേഷനിൽ ശ്രീകൃഷ്ണ ഭഗവാൻ രണ്ടുപേരെയും സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നമ്മൾ വായിച്ച ശ്ലോകത്തിന്റെ അർത്ഥം അതാണ്. സമോഹം സർവഭൂതേഷു നമേ ദ്വേഷ്യോസ്തി നപ്രിയ. ഇത്രയൊക്കെ സംഭവിച്ചാലും ശ്രീകൃഷ്ണ ഭഗവാൻ അർജുനനോടും ദുര്യോധനനോടും ഒരേപോലെ പെരുമാറി. കൃഷ്ണൻ ആരാന്ന് മനസ്സിലാവുന്നുണ്ടോ? ഭഗവാൻ ആരാന്ന് മനസ്സിലാവുന്നുണ്ടോ? റൈറ്റ്. എന്നിട്ട് ദുര്യോധനനെയും അടുത്ത് വിളിച്ചിരുത്തി, അർജുനനെയും അടുത്ത് വിളിച്ചിരുത്തി. പിന്നെ ആ കഥയുടെ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല. അവസാനം ഇങ്ങനെ പറഞ്ഞു, ഇല്ല, ഞാൻ ഒരു ഭാഗത്ത് ഞാൻ യുദ്ധം ചെയ്യാത്ത കൃഷ്ണൻ ഒരു ഭാഗത്ത്, മറുഭാഗത്ത് എൻ്റെ പൂർണ്ണ ശക്തിയുള്ള നാരായണ സേന, അജയ്യമായ, ആർക്കും തോൽപ്പിക്കാൻ സാധിക്കാത്ത നാരായണ സേന, എൻ്റെ സൈന്യം ഒരു ഭാഗത്ത്, മറുഭാഗത്ത് ആയുധം പോലും എടുക്കില്ല എന്ന് പ്രതിജ്ഞ ചെയ്തിരിക്കുന്ന ഞാൻ, ഏത് വേണം എന്ന് ചോദിച്ച സമയത്ത് ദുര്യോധനൻ ഏതെടുത്തു? സേന, നാരായണ സേന എടുത്തു. അർജുനൻ ഏതെടുത്തു? ഭഗവാൻ മതി എന്ന് പറഞ്ഞു. കൃഷ്ണൻ മതി എന്ന് പറഞ്ഞു, അല്ലേ? ഇങ്ങനൊരു തീരുമാനം എടുത്തു. നോക്കൂ, അതായത് പല വ്യക്തികളും ഈശ്വരനോട് സ്നേഹം കാണിക്കുന്നത്, ഭഗവാനോട് സ്നേഹം കാണിക്കുന്നത് ഭഗവാന്റെ കയ്യിലുള്ളത് കൈക്കലാക്കാൻ വേണ്ടിയാണ്. മനസ്സിലായോ? കേരളത്തിനൊരു പേരുണ്ട്, ദൈവത്തിന്റെ സ്വന്തം നാട്, അല്ലെ? അപ്പൊ എല്ലാവർക്കും എന്ത് വേണം? ദൈവത്തിന്റെ സ്വന്തം നാട് എനിക്ക് വേണം, അവിടെ ഞാൻ ഭരിക്കണം, അവിടെ എനിക്ക് സ്ഥലം വേണം, നാളികേരത്തിന്റെ നാട്ടിൽ എനിക്കൊരു ഇടങ്ങഴി മണ്ണ് വേണം, ഇതൊക്കെ നമുക്ക് വേണം. പക്ഷേ ദൈവത്തിനെ സ്നേഹിക്കുന്നത് ദൈവത്തിന്റെ കയ്യിലുള്ളത് എടുക്കാൻ വേണ്ടിയാണ്, കയ്യിലുള്ളത് കൈക്കലാക്കാൻ വേണ്ടിയാണ്. പക്ഷെ ദൈവത്തെ, ഭഗവാനെ, ഈശ്വരനെ നേരിട്ട് സ്നേഹിക്കുന്നത്, ഇംഗ്ലീഷിൽ പറയുകയാണെങ്കിൽ മെനി പീപ്പിൾ, മോസ്റ്റ് പീപ്പിൾ ലവ് ഗോഡ് ഫോർ വാട്ട് ഹി ഹാസ്, റൈറ്റ്? വെരി ഫ്യൂ പീപ്പിൾ ലവ് ഗോഡ് ഫോർ വാട്ട് ഹി ഇസ്. മനസ്സിലായോ? ദൈവത്തിന്റെ കയ്യിലുള്ളത് ഭഗവാന്റെ ശക്തികൾ, ഭഗവാന്റെ വൈഭവങ്ങൾ, ഭഗവാന്റെ സമ്പത്ത്, ധനം, ഐശ്വര്യം, ഇതിനൊക്കെ വേണ്ടി ദൈവത്തെ സ്നേഹിക്കുന്ന ഒരുപാട്, സ്നേഹം നടിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അതുപോലെയാണ് ദുര്യോധനൻ, അല്ലേ? പക്ഷേ ഈശ്വരൻ ആരാണ്? ഈശ്വരന്റെ ദിവ്യ ഗുണങ്ങൾ എന്താണ്? ഈശ്വരന്റെ സൗന്ദര്യം എന്താണ്? ഈശ്വരന്റെ കാരുണ്യം എന്താണ്? ഇതിനു വേണ്ടി ഈശ്വരനെ സ്നേഹിക്കുന്ന, ഭഗവാനെ സ്നേഹിക്കുന്ന വ്യക്തിയായിരുന്നു ആര്? അർജുനൻ, അല്ലേ? നമ്മുടെയും കൂടെ ഇങ്ങനെ ആൾക്കാരുണ്ട്. നമ്മുടെ സമ്പത്തും പ്രതാപവും നമുക്ക് എന്തോ ഉണ്ടെന്നുള്ളത് കൊണ്ട് നമ്മളെ ചുറ്റിപ്പറ്റിയിരിക്കുന്ന ചില ബന്ധുക്കളുണ്ട്, ഇല്ലേ? നല്ല കാലത്ത് മാത്രം നമ്മുടെ കൂടെ ഇരിക്കുന്ന ബന്ധുക്കളുണ്ട്. എന്തെങ്കിലും പ്രശ്നം വന്നു കഴിഞ്ഞാൽ അവരെ ആരെയും ആ 7 അയലത്ത് കാണില്ല, ഇല്ലേ? ഫോൺ വിളിച്ചു കഴിഞ്ഞാൽ കട്ട് ചെയ്യും. ശരിയാണോ? അങ്ങനെ ഉണ്ട് ആൾക്കാർ, ഇല്ലേ? അപ്പൊ അതുപോലെ ദൈവവുമായിട്ട്, ഈശ്വരനുമായിട്ട് ബന്ധപ്പെടുന്ന വ്യക്തികളുണ്ട്. മറുവശത്ത് ആത്മാർത്ഥമായി ഭഗവാനെ മനസ്സിലാക്കാനും ഭഗവാനോട് സ്നേഹവും ഭക്തിയും വളർത്താനും വേണ്ടി ശ്രമിക്കുന്ന വ്യക്തികളും ഈ ലോകത്തിലുണ്ട്. അങ്ങനെയുള്ള വ്യക്തികളോട്, ഭഗവാനോട് പ്രത്യേക ഒരു സ്നേഹവും മമതയും കാണിക്കുന്ന വ്യക്തികളോട് തിരിച്ചും ഭഗവാൻ സ്നേഹം കാണിക്കുന്നു എന്ന് പറയുന്നതിന് പക്ഷപാതം പറയാൻ സാധിക്കുമോ? ഭഗവാൻ അർജുനനോടും ദുര്യോധനനോടും സമനായിരുന്നു. അതേസമയം അർജുനനോടൊരു പ്രത്യേക മമത എന്തുകൊണ്ട് കാണിച്ചു? കാരണം അർജുനൻ ഭഗവാനോടൊരു പ്രത്യേക മമത കാണിച്ചു. എനിക്ക് സൈന്യം വേണ്ട കൃഷ്ണ, കൃഷ്ണൻ മതി എന്ന് 100% ഉറപ്പോടെ അർജുനൻ കൃഷ്ണനെ ചോദിച്ചു. അത്ര തന്നെ ഉറപ്പോടെ തന്നെ ദുര്യോധനൻ നാരായണ സൈന്യവും ചോദിച്ചു. കൃഷ്ണനെ ആർക്ക് വേണം? അത് ആലോചിച്ച് നോക്കൂ. ഈ കൃഷ്ണനെ ബന്ധിക്കാൻ നോക്കി അവിടെ വിശ്വരൂപം കാണിച്ച് പരാജയപ്പെട്ടപ്പോഴും കൃഷ്ണൻ ആരാന്ന് മനസ്സിലായിട്ടില്ല. ആലോചിച്ച് നോക്കൂ. ദുര്യോധനൻ ആ പാഠം പഠിച്ചിട്ടില്ല.
എന്നിട്ടും പറയുന്നു കൃഷ്ണനേക്കാളും ശക്തിമത്തായത് കൃഷ്ണന്റെ സൈന്യമായിരിക്കും, എനിക്ക് അത് മതി എന്ന് പറയുന്നു. അത് ആ ഉത്തരം കേട്ട സമയത്ത് അർജുനനും വീണ്ടും ഒരു ശ്വാസം വീണു. അയാൾ വീണ്ടും പതിവ് പോലെ അബദ്ധം ചെയ്തു, എനിക്ക് കൃഷ്ണനെ കിട്ടിയെന്ന്. അർജുനനും ഹാപ്പി, ദുര്യോധനനും ഹാപ്പി, രണ്ടുപേരും ഹാപ്പിയാന്ന് കണ്ടപ്പോൾ കൃഷ്ണനും ഹാപ്പി, റൈറ്റ്? അങ്ങനെ. പക്ഷെ ഇവിടെ പറയുന്ന എന്താണ്? ഏ ഭജന്തി തു മാം ഭക്ത്യാ മയിതേ തേഷു ചാപ്യഹം. പക്ഷെ എന്നെ ഭക്തിപൂർവം ആരാധിക്കുന്നു അങ്ങനെയുള്ള വ്യക്തികളുടെ കൂടെ ഞാൻ എപ്പോഴും ഉണ്ടാകും. ഓരോ നിമിഷവും ഗീത ഉപദേശം നൽകാൻ വേണ്ടി ഞാൻ കൂടെ ഉണ്ടാകും എന്ന് പറയുന്നു. അപ്പൊ നമ്മളെല്ലാവരും ഇത്രയും കാലം നമ്മൾ ഗീത വായിച്ചു, ശ്രീകൃഷ്ണ ഭഗവാൻ നമ്മുടെ കൂടെ ഉണ്ടാകണം എന്ന് ആഗ്രഹിച്ച് തന്നെയാണ് നമ്മളത് ചെയ്തത്. അപ്പം അങ്ങനെ നോക്കുന്ന സമയത്ത് നമുക്ക് എന്തെങ്കിലും വിലപ്പെട്ടത് കിട്ടണമെങ്കിൽ, ഇതാണ് എൻ്റെ ഒരു അവസാനത്തൊരു പ്രധാന കാര്യമായിട്ട് പറയാൻ ആഗ്രഹിക്കുന്നത്, നമുക്ക് എന്തെങ്കിലും വിലപ്പെട്ടൊരു കാര്യം കിട്ടണമെങ്കിൽ നമ്മൾ അതിനുവേണ്ടി എന്തെങ്കിലും ത്യാഗം ചെയ്യണം. ശരിയാണോ? നമുക്ക് എന്തെങ്കിലും ജീവിതത്തിൽ വിലപ്പെട്ട, നമുക്ക് പൈസ വേണമെങ്കിൽ അതിനുവേണ്ടി പണിയെടുക്കാൻ തയ്യാറാവണം, ജോലി സ്ഥലത്തേക്ക് പോകണം, അവിടെ ഉള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യണം, ഇല്ലേ? നമുക്ക് ആവശ്യമുണ്ട്, ത്യാഗം ചെയ്യണം. നമുക്ക് ആരോഗ്യം വേണമെങ്കിൽ നമുക്ക് രാവിലെ എണീറ്റ് നമ്മൾ എക്സസൈസ് ചെയ്യണം, അതിനുള്ള പരിശ്രമങ്ങൾ ചെയ്യണം. വിലപ്പെട്ട എന്തും നമുക്ക് ജീവിതത്തിൽ വേണമെങ്കിൽ അതിനുള്ള വില നമ്മൾ കൊടുക്കാൻ തയ്യാറാവണം. ശരിയല്ലേ? അപ്പോ ഇവിടെ പറഞ്ഞതുപോലെ, അർജുനൻ ചെയ്തതുപോലെ കൃഷ്ണനെ വേണമെങ്കിൽ, നമുക്ക് നമ്മുടെ ജീവിതത്തിൽ കൃഷ്ണൻ വേണമെങ്കിൽ, കൃഷ്ണൻ ഉണ്ടെങ്കിൽ എന്ത് സംഭവിക്കും? ഭഗവത്ഗീതയുടെ അവസാന ശ്ലോകത്തിൽ പറയുന്നു, കൃഷ്ണൻ നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ എന്ത് സംഭവിക്കും? അർജുനന് സംഭവിച്ചത് നമുക്കും സംഭവിക്കും, ഇല്ലേ? അവസാന ശ്ലോകം എന്താണ്? എത്ര പേർക്ക് അറിയാം ഭഗവത്ഗീതയുടെ അവസാന ശ്ലോകം? എത്ര യോഗേശ്വര കൃഷ്ണ എത്ര പാർത്ഥോപനിർഭര കൃഷ്ണ എത്ര പാർത്ഥോപനിർഭര തത്ര ശ്രീ വിജയോ ഭൂതിർ ധ്രുവാ നീതിർമ. റൈറ്റ്? അവിടെ എല്ലാം ഉണ്ടാവും. കൃഷ്ണനും അർജുനുള്ള സ്ഥലത്ത് ശ്രീ, ഐശ്വര്യം, വിജയം, നീതി, എന്താണ്, ഭൂതി, തത്ര ശ്രീ വിജയോ, എല്ലാ തരത്തിലുള്ള ഭൗതിക ഐശ്വര്യങ്ങളും ആധ്യാത്മിക ഗുണങ്ങളും എല്ലാം അവിടെ നിലനിൽക്കും എന്ന് പറയുന്നു. അപ്പം അങ്ങനെ ഒരു ശാന്തിയും സമാധാനവും നമുക്ക് ജീവിതത്തിൽ വേണമെങ്കിൽ, കൃഷ്ണനെ നമുക്ക് വേണമെങ്കിൽ നമ്മളൊരു വില കൊടുക്കണം. അപ്പോൾ കലിയുഗത്തിൽ കൃഷ്ണനെ കിട്ടണമെങ്കിൽ ഏറ്റവും കിട്ടാത്തൊരു സാധനം, നമുക്ക് എല്ലാവർക്കും കലിയുഗത്തിൽ നമുക്ക് ഏറ്റവും വിലപ്പെട്ട ഒരു കാര്യമുണ്ട്, അത് വളരെ നമ്മുടെ കയ്യിൽ അത്ര ഇല്ല, അതുകൊണ്ട് തന്നെ നമ്മൾ കൊടുക്കാൻ തയ്യാറാവില്ല. പക്ഷെ അത് കൊടുത്താലും നമുക്ക് കൃഷ്ണനെ കിട്ടും. എന്താണ് ആ കാര്യം? നമ്മുടെ കയ്യിൽ ഇല്ലാത്തത് വളരെ കുറവേ ഉള്ളൂ, അത് കുറഞ്ഞു കുറഞ്ഞു വന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ അത് കൊടുത്താൽ നമുക്ക് കൃഷ്ണനെ കിട്ടും. എന്താണത്? ഭക്തി. ഭക്തി, നാമജപം. ഭക്തി, നാമജപം, ഓക്കെ. പക്ഷെ എന്താണ് കൊടുക്കേണ്ടതെന്ന് ചോദിക്കും. ഇതൊക്കെ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ. സേവിക്കണം, ഭഗവാനെ സേവിക്കണം. നമ്മൾ എന്ത് ത്യാഗം ചെയ്യണം? ഭഗവാന് വേണ്ടി ഭഗവാന് വേണ്ടി നമ്മൾ എന്ത് ത്യാഗം ചെയ്യണം? സമയം ചെലവഴിക്കുക. സമയം. താങ്ക് യു. അത് തന്നെയാണ് ഉത്തരം. നമുക്ക് ഇല്ലാത്തൊരു കാര്യമാണ്, ശരിയല്ലേ? നമ്മൾ നാമം ജപിക്കൂ എന്ന് ആരോടെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അവരെന്ത് ചെയ്യുന്നറിയാം? നമ്മൾ ഹരേ കൃഷ്ണ അമ്പലത്തിൽ നമ്മളിങ്ങനെ ജന്മാഷ്ടമിക്കൊക്കെ കളക്ഷന് പോകുന്ന സമയത്ത്, എന്തെങ്കിലുമൊക്കെ നമ്മൾ പിരിവിന് പോകുന്ന സമയത്ത് നാമം ജപിക്കൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ പൈസ എടുത്ത് തരും. എന്തുകൊണ്ട്? അവരുടെ കയ്യിൽ ഉള്ളത് പൈസയാണ്. എന്താണ് ഇല്ലാത്തത്? സമയം, അല്ലേ? അപ്പം അതുകൊണ്ട് നമ്മൾ കുറച്ച് സമയം കൊടുക്കുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. ഇത്രയും 3 മാസങ്ങളായിട്ട് നിങ്ങൾ എല്ലാവരും സമയം കൊടുത്തിരിക്കുന്നു. അപ്പം ആ കൊടുത്ത സമയം ഒരിക്കലും പാഴായി പോവില്ല. അത് ശ്രീകൃഷ്ണ ഭഗവാന്റെ പൂർണ്ണ അനുഗ്രഹം നിങ്ങൾക്കുണ്ട്. അത് വർദ്ധിച്ചു വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അവസാനമായിട്ട് പറയാനുള്ളൊരു കാര്യം, ഇവിടെ ഇത്രയും നാൾ ഈ കോഴ്സ് അറ്റൻഡ് ചെയ്തു. അപ്പോൾ ഇനിയും തുടർന്ന് ഈ ഒരു ഉത്സാഹം മുന്നോട്ട് പോകാൻ വേണ്ടി എല്ലാവരോടുള്ളൊരു അഭ്യർത്ഥന, 5 കാര്യങ്ങൾക്ക് വേണ്ടി സമയം കണ്ടെത്തുക. ഓക്കെ?
5 കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി സമയം കണ്ടെത്തുക. ഒരുപാട് സമയമൊന്നും എടുക്കില്ല. നമുക്ക് 24 മണിക്കൂർ എടുക്കും എന്നൊന്നും വിചാരിക്കേണ്ട. അതൊക്കെ പണ്ടായിരുന്നു. പണ്ട് ശ്രീകൃഷ്ണ ഭഗവാനെ കിട്ടണമെങ്കിൽ ധ്യാനിക്കണം. 24 മണിക്കൂറും നമ്മൾ അതിനു വേണ്ടി കൊടുക്കണം. അപ്പം അത്രയൊന്നും വേണ്ട. ഒരല്പം സമയം നമ്മൾ ഇതിനു വേണ്ടി ഒതുക്കുക. 5 കാര്യങ്ങളാണ്. പറയട്ടെ, എത്ര പേർക്ക് താല്പര്യമുണ്ട് അറിയാൻ? താല്പര്യമുണ്ട്. താല്പര്യമുണ്ട്. 1-2 പേർക്കേ താല്പര്യമുള്ളൂ, ബാക്കി ആർക്കും ഇല്ല അല്ലേ? വേണം പ്രഭു, താല്പര്യമുള്ളതാ. അപ്പൊ 5 കാര്യങ്ങൾ. താങ്ക് യു. അപ്പൊ 5 കാര്യങ്ങൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടാവാം. അങ്ങനെയാണെങ്കിലും രണ്ടാമത് കേൾക്കുന്നതിൽ തെറ്റില്ല. ABCDE എന്നാണ് 5 കാര്യങ്ങളെ കുറിച്ച് പറയുന്നത്. നേരത്തെ പറഞ്ഞിട്ടുണ്ട്. A എന്ന് വെച്ചാൽ അസോസിയേഷൻ, അതായത് സത്സംഗം. നമുക്ക് തുടർന്ന് ഭഗവാനെ കുറിച്ച് കേൾക്കണം, ഭഗവാനെ കുറിച്ച് നാമം ജപിക്കണം, ഭഗവത്ഗീത വീണ്ടും പഠിക്കണം. ഇതൊക്കെ ചെയ്യണമെങ്കിൽ നമുക്ക് ഇത് ചെയ്യുന്ന മറ്റുള്ളവരുടെ ഒരു സഹവാസം ആവശ്യമുണ്ട്. അതുകൊണ്ട് സത്സംഗം വളരെ പ്രധാനമാണ്. നമ്മൾ ഇസ്കോണിൻ്റെ എല്ലാ സെൻറ്ററുകളിലും, കൊച്ചിയിലും അതുപോലെ എല്ലാ ഞായറാഴ്ചയും സൺഡേ പ്രോഗ്രാംസ് നമ്മൾ ചെയ്യുന്നുണ്ട്. രാവിലെ 10:30 മുതൽ ഉച്ചയ്ക്ക് 1:30 മണി വരെയാണ്. ഉച്ചയ്ക്ക് 1:30 ഉച്ചയ്ക്കുള്ള പ്രസാദം പൂർണ്ണമായിട്ടുള്ള ഭഗവാന് നേദിച്ച ഒരു നിവേദ്യം വയറ് നിറയെ നമുക്ക് കിട്ടും. പിന്നെ ഭജന ഉണ്ടാവും, ഭഗവത്ഗീത ക്ലാസ്സുകൾ ഉണ്ടാവും, ഭക്തന്മാരെ കാണാനുള്ളൊരവസരം, ഇതൊക്കെയാണ് കിട്ടുന്നത്. സോ പങ്കെടുത്ത ആരെങ്കിലും ഉണ്ടോ സൺഡേ പ്രോഗ്രാമിൽ? ഇവിടെ കുറച്ച് പേര് പങ്കെടുത്തിട്ടുണ്ടാവുമല്ലോ. ഇല്ല, ഒരു പ്രാവശ്യം പോയിട്ടുണ്ട്. ഞാനുണ്ട് പ്രഭു. പോയിട്ടുണ്ട്, പോവാറുണ്ട്. ഓക്കെ. സോ എന്തായിരുന്നു അനുഭവം? ഹരേ കൃഷ്ണ. പോയിട്ടുണ്ടോ? പോയവര്? ഹരേ കൃഷ്ണ പ്രഭു, ഞാൻ പോവാറുണ്ട് പ്രഭു. ഓക്കെ, സന്തോഷം. എവിടെയാ താമസം? നോർത്ത് പറവൂർ. നോർത്ത് പറവൂർ. ഓക്കെ. ഓക്കെ, മനസ്സിലായി. ഓക്കെ, താങ്ക് യു. റൈറ്റ്. പെട്ടെന്ന് പേര് മാത്രം കണ്ടപ്പോൾ ശ്രദ്ധിച്ചില്ല. ഓക്കെ. സോ അങ്ങനെ അസോസിയേഷൻ്റെ കാര്യം പറഞ്ഞു. പിന്നെ രണ്ടാമത് ബുക്സ്. B ഫോർ ബുക്സ്. ബുക്ക് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഭഗവത്ഗീത നമ്മൾ തുടർന്ന് വായിക്കുക. ദിവസവും ഇപ്പോൾ വായിച്ചത് 3 മാസത്തിൽ ഒരു പെട്ടെന്ന് വായിച്ചതായിരിക്കും, പക്ഷേ ഭാവാർത്ഥവും എല്ലാം വായിക്കണ്ടേ, അത് നമുക്ക് വായിച്ച് മനസ്സിലാക്കണ്ടേ. അതുകൊണ്ട് അത് പതിവാക്കുക. ദിവസവും രാവിലെയോ രാത്രിയോ എപ്പോഴാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 15 മിനിറ്റ് അത് ജീവിതത്തിൻ്റെ ഭാഗമാക്കി തീർക്കുക, നേരത്തെ പറഞ്ഞതുപോലെ. പിന്നെ ABI, A അസോസിയേഷൻ, B ബുക്സ്, C ചാൻറ്റിങ്, നാമജപം. നമ്മളിപ്പോൾ ചെയ്തതുപോലെ ഹരേ കൃഷ്ണ മഹാമന്ത്രം, ഭഗവാന്റെ നാമങ്ങൾ ജപിക്കുക. പൂന്താനോ തന്നെയാണ് പറയുന്നത് അല്ലേ? എണ്ണമറ്റ തിരുനാമങ്ങളുള്ളതിൽ ഒന്ന് മാത്രം ഒരിക്കൽ ഒരു ദിനം എന്ന് പറഞ്ഞ് നാമം ജപിക്കാൻ പറയുന്നു. അപ്പോൾ കലിയുഗത്തിൽ ഹരിനാമ സങ്കീർത്തനം, നാമജപമാണ് പ്രധാനം. അപ്പം അത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇപ്പം പറഞ്ഞതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നാമം ജപിക്കുകയാണ്. റൈറ്റ്. അർജുനന്റെ കാര്യം പറയുമ്പോൾ യുദ്ധം ചെയ്യുന്ന സമയത്ത് പോലും, അമ്പ് എയ്യുന്ന സമയത്ത് പോലും അർജുനന്റെ ഓരോ രോമകൂപങ്ങളിൽ നിന്നും കൃഷ്ണന്റെ നാമം വന്നുകൊണ്ടിരിക്കുകയാണ്. ആലോചിച്ച് നോക്കൂ, എത്ര സ്നേഹം ഉണ്ടാവും അർജുനന് കൃഷ്ണനോട്. അതുകൊണ്ട് കൃഷ്ണൻ അർജുനന് സംരക്ഷിച്ചേ പറ്റൂ, അല്ലാതെ വേറെ വഴിയില്ല. മനസ്സിലായില്ലേ? അർജുനന് പോലും കൗരവന്മാരോട് യുദ്ധം ചെയ്യാൻ താല്പര്യം ഉണ്ടായിരുന്നില്ല. ആദ്യത്തെ അധ്യായത്തിൽ നമ്മൾ വായിച്ചു. എന്തിനാ അവരെ പോയി ബുദ്ധിമുട്ടിക്കുന്നത്? ശരി, രാജ്യം കിട്ടിയില്ലെങ്കിൽ വേണ്ട, ഞാൻ പോയിക്കോളാം എന്ന് പറയുമ്പോൾ അർജുനനെ, കൃഷ്ണൻ അത് സ്വീകാര്യമല്ല. കാര്യം അർജുനനെ, എൻ്റെ ഭക്തന്മാർ ഇവർ ഉപദ്രവിച്ചു, ഇവർക്ക് പകരം വീട്ടുക തന്നെ വേണം എന്ന് ഭഗവാൻ തീരുമാനിച്ചു. റൈറ്റ്. അപ്പോൾ ജപം പ്രധാനം. പിന്നെ ഡയറ്റ് എന്ന് വെച്ചാൽ നമ്മൾ ഭഗവാന് നേദിച്ച് കഴിക്കുന്ന പ്രസാദം വളരെ പ്രധാനമാണ്. എന്തെങ്കിലും നമ്മളെ കൊണ്ടാവുന്ന രീതിയിൽ അതും വീട്ടിൽ ചെയ്യാം. പാലോ പഴമോ എന്തെങ്കിലും പലരും ചെയ്യാറുണ്ടെന്നറിയാം, ചെയ്യുന്നത് തുടരുക. പിന്നെ E എന്ന് പറഞ്ഞാൽ എൻഗേജ്മെന്റ് എന്ന് പറയും. പ്രവർത്തനം, സേവ. ഏതെങ്കിലും ഒരു തരത്തിൽ, സാധിക്കുന്ന തരത്തിൽ സേവ നമുക്ക് ചെയ്യാം.
ഒന്നുകിൽ നമ്മുടെ അയൽപക്കത്തുള്ള ആൾക്കാരോട് ഇങ്ങനെ ഒരു കോഴ്സ് ഞാൻ പങ്കെടുത്തു, അടുത്ത കോഴ്സിൻ്റെ തീയതികൾ വരുന്നുണ്ട്, ഇപ്പം അടുത്തത് ഈശോപനിഷത്തൊക്കെ വരുന്നുണ്ട്, അനൗൺസ്മെൻറ്റ്സ് വരും. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവരെ അറിയിക്കുക, കൂടുതൽ ആൾക്കാരെ പങ്കെടുപ്പിക്കുക, പിന്നെ സാധിക്കുന്ന രീതിയിൽ നമ്മുടെ സെൻറ്ററിലൊക്കെ സാധിക്കുമ്പോൾ വന്ന് അവിടെയും എന്തെങ്കിലും സേവനങ്ങൾ ചെയ്യുക. ഇങ്ങനെ പല രീതിയിൽ ഭഗവാനെ സേവിക്കുന്നത് വഴിയും നമുക്ക് ഈ 5 കാര്യങ്ങൾ പറഞ്ഞു. അസോസിയേഷൻ, അതായത് സത്സംഗം; ബി ബുക്സ്, അതായത് ഭഗവത്ഗീത പോലുള്ള ഗ്രന്ഥപഠനം; സി ചാൻറ്റിങ്, നാമജപം; ഡി ഡയറ്റ്, പ്രസാദം, അത് ഭഗവാന് നേദിക്കുക; പിന്നെ 5-മത് സേവ, നമ്മളെ കൊണ്ട് സാധിക്കുന്ന രീതിയിൽ. ഈ 5 കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ ക്രമേണ നേരത്തെ ഇത് പറഞ്ഞതുപോലെ അർജുനൻ എങ്ങനെയാണോ ശ്രീകൃഷ്ണ ഭഗവാനോട് സ്നേഹം തോന്നിയത്, അതുപോലെ നമ്മുടെ ഹൃദയത്തിൽ ആ ഭഗവത് ഭക്തിക്ക് ഈ ദുര്യോധനന്റെ ഹൃദയത്തിലുള്ള തടസ്സങ്ങൾ പോലെ നമുക്ക് അത്രയൊന്നും ഉണ്ടാവില്ല എന്ന് പ്രതീക്ഷിക്കുന്നു. എന്നാലും നമ്മുടേതായ ചെറിയ ചെറിയ കുട്ടി കുട്ടി ദുര്യോധനന്മാർ അവിടെ ഇവിടെയൊക്കെ ഉണ്ട് നമ്മുടെ ഹൃദയത്തിൽ. ആ തടസ്സങ്ങളൊക്കെ നീങ്ങി നമ്മൾ മരണത്തിന് മുൻപ് തന്നെ വളരെ പൂർണ്ണമായി ശ്രീകൃഷ്ണ ഭഗവാനെ ശരണം പ്രാപിച്ച് ഭഗവാന്റെ സംരക്ഷണയിൽ നമുക്ക് ജീവിക്കാനും മരണത്തിന് ശേഷം ഭഗവാന്റെ ധാമമായ വൈകുണ്ഠത്തിലേക്ക്, ഗോലോകത്തിലേക്ക് പോകാനുള്ള ഒരു അവസരവും ഇതൊക്കെ ഭഗവത്ഗീത നമുക്ക് നൽകുന്നു. അതുകൊണ്ട് ഇതിൽ പങ്കെടുത്ത പുണ്യം, ഇതിൽ പങ്കെടുത്ത സുകൃതി, വേറെ എത്ര വലിയ വലിയ പുണ്യങ്ങൾ ലോകത്തിൽ ചെയ്തിരുന്നാലും അതിലും കിട്ടുന്നതിലും കൂടുതലാണ് നിങ്ങൾ ഓരോരുത്തർക്കും കിട്ടിയിരിക്കുന്നത്. അതിന് ഇതിൽ പങ്കെടുത്ത് നമ്മളെയും ഈ കോഴ്സ് നടത്താൻ ഒരു പ്രേരണ തന്ന ഇതിലുള്ള ഓരോ പാർട്ടിസിപ്പൻറ്റിനോടും ഇസ്കോൺ കൊച്ചിയുടെ പേരിലും ഇതിൻ്റെ സംഘാടകരുടെ പേരിലും നന്ദി പറഞ്ഞുകൊള്ളുന്നു. തുടർന്നും ഈ പ്രാർത്ഥനയും സഹകരണവും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ തിരിച്ച് ഓർഗനൈസേഴ്സിനോട് ടേക്ക് ഓവർ ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു. താങ്ക് യു. ഹരേ കൃഷ്ണ. ശ്രീമദ് ഭഗവത്ഗീത കി ജയ്. ശ്രീല പ്രഭുപാദ് കി ജയ്. ഹരേ കൃഷ്ണ. താങ്ക് യു സോ മച്ച് ഗോപാൽ ഗൗര പ്രഭു. പ്രഭു പറഞ്ഞ പോലെ തന്നെ ഈ കോഴ്സ് ഓർഗനൈസ് ചെയ്തിട്ട് ഇത്രയും വിജയകരമായിട്ട് കൊണ്ടുപോകാൻ പറ്റിയത് പാർട്ടിസിപ്പൻസ് ഉള്ളത് കൊണ്ട് തന്നെയാണ്. സോ എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തുന്നു. പിന്നെ അതോടൊപ്പം തന്നെ ഈ കോഴ്സ് ഓർഗനൈസ് ചെയ്യാൻ ലീഡ് എടുത്ത ദീനാനാഥ് പ്രഭുജി ആൻഡ് നളിന മാതാജിക്കും ഇസ്കോൺ കൊച്ചി സെന്ററിന്റെ വക നന്ദി രേഖപ്പെടുത്തുന്നു. മാതാജി, നളിന മാതാജി, എന്തെങ്കിലും അനൗൺസ്മെന്റ്സ് ഉണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യാം. ഹരേ കൃഷ്ണ. മാതാജി, ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു. യെസ്. ആ പ്രഭു പറഞ്ഞാല് ഈ എന്താന്ന് ഒന്ന് പറയോ? ഈ ABCD എന്ന് പറഞ്ഞെന്താ? ഈ എന്ന് പറഞ്ഞാല് എൻഗേജ്മെന്റ് സേവനം. നമ്മുടെ കഴിവുകള്. അതെ, അർജുനന് അറിയാവുന്ന കാര്യം യുദ്ധം. നമുക്കറിയുന്ന കാര്യം എന്താന്ന് വെച്ചാൽ അത് വെച്ച് ഭഗവാനെ സേവിക്കാം. ഓക്കെ, ഹരേ കൃഷ്ണ. താങ്ക് യു. താങ്ക് യു. എവിടുന്നാണ് പ്രഭു സ്ഥലം? ഞാന് ഇവിടെ തൃശ്ശൂരാണ്. തൃശ്ശൂർ എവിടെ? തൃശ്ശൂര് കുന്നംകുളം അടുത്താ. കുന്നംകുളത്തിനടുത്ത്. ഓക്കെ, താങ്ക് യു. ഗുരുവായൂർ പോവാമല്ലോ, നമ്മുടെ ഇസ്കോൺ ഉണ്ടല്ലോ. ഗുരുവായൂര് സൗത്ത് വൃന്ദാവൻ പോവാറുണ്ട്, അതിന്റെ അടുത്തായിട്ട് വരും. ഓക്കെ, താങ്ക് യു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. നളിന മാതാജി, അടുത്ത കോഴ്സിനെ കുറിച്ചുള്ള മാതാജിക്ക് എന്തെങ്കിലും അനൗൺസ്മെന്റ് ഉണ്ടോ? ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ മാതാജി. ഗോപാൽ പ്രഭു വളരെ വളരെ ബ്യൂട്ടിഫുള്ളി ഇന്നത്തെ ക്ലാസ് നന്നായിട്ട് ഭംഗിയോടെ കൺക്ലൂഡ് ചെയ്തിട്ടുണ്ട്. വളരെ നല്ല കാര്യങ്ങളാണ് ഗോപാൽ പ്രഭു ഇവിടെ നമുക്ക് വേണ്ടി, എല്ലാവർക്കും വേണ്ടി എക്സ്പ്ലെയിൻ ചെയ്തത്. അതിന് സ്പെഷ്യൽ താങ്ക്സ്. അതുപോലെ ഈ കോഴ്സിൽ ചേർന്ന എല്ലാവർക്കും ഞങ്ങളുടെ വക വളരെ നന്ദി. ഇത്രയും ക്ഷമയോടെ നിങ്ങള് 3 മാസം ഈ കോഴ്സ് അറ്റൻഡ് ചെയ്യാനും ഇത് കംപ്ലീറ്റ്, ഇപ്പൊ ഞാൻ കേട്ടത് 2 സെഷനിൽ കണ്ടിന്യൂസ് ആയിട്ട് അറ്റൻഡ് ചെയ്ത പ്രഭുജീസും മാതാജിമാരും ഒക്കെ ഉണ്ട്. വളരെ സന്തോഷം തോന്നുന്നു. നമ്മളെ കൊണ്ട്
സാധിക്കില്ല എന്നൊന്നും ഒന്നുമില്ല. ഭഗവാന്റെ കൃപയും നമ്മുടെ ഗുരുക്കന്മാരുടെ കൃപയും ഉണ്ടെങ്കിൽ നമുക്ക് എല്ലാം സാധിക്കാൻ പറ്റും. നമ്മള് ശ്രമിക്കണം. അത് ഇപ്പോ ഗോപാൽ പ്രഭു പറഞ്ഞ പോലെ ഈ 5 കാര്യങ്ങള് നമ്മള് കൃത്യനിഷ്ഠതയോടെ നമുക്ക് പല കാര്യങ്ങളും ചെയ്യാനുള്ള സമയം ഉണ്ടാവും ജീവിതത്തില്. ഭഗവാന് വേണ്ടി ആലോചിക്കാനും പറയാനും മാത്രം സമയം ഉണ്ടാവില്ല. അപ്പോ മിക്ക ആൾക്കാരും ഈ ജീവിതത്തില് അല്ലെങ്കിൽ ഈ ദുഃഖത്തില് പോകുന്നത് എന്താന്ന് വെച്ചാല് പല മീഡിയാസ് വഴി അല്ലെങ്കിൽ നമ്മുടെ എൻവയറമെന്റ് വഴി കിട്ടുന്ന ഓരോരോ പ്രഭു പറഞ്ഞ പോലെ അസോസിയേഷൻ, ദുസ്സംഗം, അല്ലെങ്കിൽ നമ്മൾക്ക് കിട്ടുന്ന ഓരോ ഇപ്പോ ടെലിവിഷൻ ചാനൽ വഴി അല്ലെ എന്തൊക്കെ ബുദ്ധിമുട്ടുണ്ട്. അപ്പൊ അതിൽ നിന്ന് കുറച്ച് പേർക്കെങ്കിലും നമുക്ക് ഇതില് സന്തോഷം നൽകാൻ കഴിഞ്ഞെങ്കിൽ അത്രയും വലിയ കാര്യമാണ് അത്. അപ്പൊ നമുക്ക് അത്രയും സമയം ഭഗവാന് വേണ്ടി ചെലവഴിക്കാനും നമുക്ക് സാധിക്കുമെങ്കിൽ അതും വലിയ കാര്യമാണ്. അപ്പൊ അസോസിയേഷൻ വേണം. എനിക്ക് പറയാനുള്ളത് ഇതില് കൃത്യമായിട്ട് ഇൻട്രസ്റ്റ് ഉള്ള എത്രയോ ആൾക്കാരുണ്ട്. അപ്പൊ എല്ലാവരും പ്രഭു പറഞ്ഞ പോലെ ഒരു ദിവസമെങ്കിലും, മാസത്തിൽ 1 or 2 ദിവസമെങ്കിലും ഞായറാഴ്ച സത്സംഗില് നമ്മുടെ ഇസ്കോൺ സെന്ററിൽ, എടപ്പള്ളി ഇസ്കോൺ സെന്റർ ഉണ്ട്, ചങ്കമ്പുഴ പാർക്കിന്റെ അടുത്താണ്. അപ്പൊ ഞാൻ അതിന്റെ അഡ്രസ്സ് അല്ലെങ്കിൽ ഇതിന്റെ അഡ്രസ് ലിങ്ക് ഞാൻ ഈ ഗ്രൂപ്പിൽ ഇടുന്നതാണ്. അപ്പോ അറ്റ്ലീസ്റ്റ് മാസത്തിൽ 2 ക്ലാസ് എങ്കിലും വന്ന് അറ്റൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിന്റെ ബെനിഫിറ്റും, കാരണം അസോസിയേഷനും അവിടെ ഭഗവത് കഥയും അല്ലെങ്കിൽ ഭജനയും എല്ലാം കേൾക്കുന്നത് നമുക്ക് വലിയൊരു കാര്യമാണ്. ആ ഒരു ഇതില് അറ്റൻഡ് ചെയ്യുന്ന 2-3 മാതാജിമാരുണ്ട്. അപ്പൊ അവർക്ക് കിട്ടുന്ന എക്സ്പീരിയൻസ് അവർക്ക് വേണമെങ്കിൽ ഷെയർ ചെയ്യാം. നമുക്ക് വളരെ സന്തോഷപൂർവമായ സമയമാണ്. അപ്പൊ അത്രയും ദിവസം അത്രയും സമയം നമ്മൾ ഭഗവാന് വേണ്ടി മാറ്റി വെക്കുമ്പോൾ തന്നെ നമ്മൾ ഈ ഭഗവത്ഗീതയിൽ നിന്ന് പഠിച്ചിട്ടുണ്ട് അല്ലെ. ഭഗവാന് വേണ്ടി എത്രയോ സമയം നമ്മൾ ചെലവഴിക്കുന്നുണ്ട്. അതുപോലെ ഭഗവത്ഗീത കേൾക്കുന്നതും കേൾപ്പിക്കുന്നതും ഒക്കെ ഭഗവാൻ ഇഷ്ടമുള്ള കാര്യമാണ്. അപ്പൊ എല്ലാവരും ഇതില് സഹകരിച്ച് മുന്നോട്ട് പോവുക. അതുപോലെ നമ്മുടെ സത്സംഗത്തില് വന്ന് പങ്കുചേരുക. പ്രഭു പറഞ്ഞ പോലെ പ്രസാദം, വളരെ ഡെലീഷ്യസ് പ്രസാദം ഭഗവാന് നിവേദിക്കുമ്പോൾ തന്നെ അതിന്റെ നമ്മുടെ എല്ലാ ഇന്ദ്രിയങ്ങൾക്കും സംതൃപ്തി നൽകാനുള്ള ഒരു പവർ ഉണ്ട് ഭഗവാന്റെ പ്രസാദത്തിന്. അപ്പോ ഇതും അതിന്റെ ഒരു ഭാഗമാണ്. അപ്പോ അവിടെ വന്നാല് നമുക്ക് ചെറിയ ചെറിയ സേവ എന്ന് വെച്ചാല് നമുക്ക് എന്ത് ചെയ്താലും അവിടെ സേവയാണ്. അപ്പോ വെറുതെ ഒരു ചപ്പൽ സ്റ്റാൻഡ് ആണെങ്കിലും ഏറ്റവും ചെറിയ ചെരുപ്പ് എടുത്ത് ശരിയാക്കി വെക്കുന്നത് പോലും അവിടെ സേവയാണ്. അതുപോലെ എന്താന്ന് വെച്ചാല് ഒന്ന് ഭഗവാന് വേണ്ടി പൂക്കൾ കൊണ്ടുവന്നിട്ട് നിവേദിക്കുക, പ്രസാദം ഇത് ചെയ്യുക. ഭഗവാന് വേണ്ടി കുറച്ചാണെങ്കിലും കുറച്ച് പൂക്കൾ കൊണ്ടുവന്ന് ഭഗവാനെ ഇത് ആൾട്ടാറിൽ വെക്കാനുള്ള സൗകര്യമുണ്ട്. അതുപോലെ എന്ത് ചെറിയ ചെറിയ നിങ്ങൾക്ക് ഫ്രൂട്ട്സ് കൊണ്ടുവരാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് പറ്റുന്ന വിധത്തില് അവിടെ ഭഗവാന് അർപ്പിക്കാവുന്നതാണ്. അപ്പൊ ഇതെല്ലാം ഉണ്ട്. ഇനി അടുത്ത സെഷൻ ഉണ്ട്. അപ്പൊ ഈശോപനിഷത്ത് സെഷൻ ആണ് അടുത്തത്. അപ്പൊ ഈശോപനിഷത്ത് എന്ന് വെച്ചാല് ഉപനിഷത്തിൽ തന്നെ, വേദങ്ങളിൽ തന്നെ ഒരു ഇതാണ് ഉപനിഷത്ത്. അപ്പൊ നമുക്ക് അതിനെ പറ്റി, അതിന്റെ ശ്ലോകങ്ങളെ പറ്റി അല്ലെങ്കിൽ അതിന്റെ അർത്ഥങ്ങൾ മനസ്സിലാക്കാനും അതുപോലെ അത് നമുക്ക് ഡെയിലി ചാൻറ്റിങ്ങിനും ഒക്കെ ഉപകരിക്കുന്നതാണ്. അപ്പോൾ നിങ്ങളും നിങ്ങളുടെ ഫ്രണ്ട്സിനോട് എല്ലാവരോടും റിക്വസ്റ്റ് ചെയ്യുക ഇതില് ഈ ക്ലാസ്സിൽ ജോയിൻ ചെയ്യാൻ. എല്ലാ എക്സ്പെർട്ട് ടീച്ചേഴ്സ് തന്നെയാണ് ഈ ക്ലാസ് എടുക്കുന്നത്. നിങ്ങൾക്ക് അതിന്റെ ബെനിഫിറ്റ് ഉണ്ടാവും. അതുപോലെ ഇതില് ചാൻറ്റിങ് പറഞ്ഞിട്ടുണ്ട്. അത് നമ്മുടെ ഈ ആൾട്ടർനേറ്റ് ഡേയ്സ് മാത്രമല്ല ചാൻറ്റ് ചെയ്യുന്നത്, ഡെയിലി ചാൻറ്റ് ചെയ്യുന്നത് എത്ര പേരുണ്ട് ഒന്ന് അറിഞ്ഞാൽ കൊള്ളാമായിരുന്നു. കാരണം നമ്മളിപ്പോ 6 മാസമായി ആദ്യത്തെ 3 സെഷനിലും ഇപ്പോഴത്തെ 3 സെഷനിലും അറ്റൻഡ് ചെയ്ത ആൾക്കാരുണ്ട്. അപ്പൊ ഡെയിലി ചാൻറ്റ് ചെയ്യുന്ന, ഒരു റൗണ്ടെങ്കിലും ഡെയിലി ചാൻറ്റ് ചെയ്യുന്ന എത്ര പേരുണ്ടെന്ന് ഒന്ന് ഇതില് അറിയിച്ചാല് വളരെ സന്തോഷമായിരിക്കും. നമ്മൾ ഇത്രയും എഫേർട്ട് എടുക്കുന്നതിന്റെ ഒരു ബെനിഫിറ്റ്
നിങ്ങൾക്ക് കിട്ടുന്നുണ്ടെന്ന് പറയുമ്പോൾ ഞങ്ങൾക്കും കൂടെ അത് ഒരു സന്തോഷമാണ്. ധൈര്യമായിട്ട് ഓപ്പൺ ചെയ്ത് പറയാം. ചെയ്യുന്നില്ലെങ്കിലും നിങ്ങൾക്ക് കുഴപ്പമില്ല. എന്ന് നമ്മള് പ്രാക്ടീസ് മേക്സ് പെർഫെക്ഷൻ. അപ്പൊ പയ്യെ പയ്യെ നമുക്ക് ശ്രദ്ധയൊന്നും കിട്ടില്ല, അത് കുഴപ്പമില്ല. എന്നിരുന്നാലും നമ്മൾ ഒരു റൗണ്ട് ചാൻറ്റ് ചെയ്യുന്നുണ്ടെന്ന് അറിഞ്ഞാല് ഇത്രയും നമ്മൾ എഫേർട്ട് ചെയ്യുന്നതിന്റെ ഒരു ഇത് സന്തോഷം നമുക്ക് ഉണ്ടാവും. അതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്, എത്ര പേര് ഇതില് എല്ലാവരും ചാൻറ്റ് ചെയ്യുന്നുണ്ടോ? ഡെയിലി ചാൻറ്റ് ചെയ്യുന്നുണ്ടോ? ഞാൻ ചെയ്യുന്നുണ്ട്. താങ്ക് യു പ്രവീൺ നായർ പ്രഭു. ഓക്കെ, ഡെയിലി ചെയ്യുന്നുണ്ട്. ഞാനും ചെയ്യാറുണ്ട് മാതാജി. വെരി താങ്ക് യു ജയന്തി മാതാജി. ഓക്കെ, അപ്പൊ ചെയ്യുന്നുണ്ട്. ഓക്കെ, ശ്യാമള മാതാജി. അപ്പൊ വളരെ സന്തോഷമുണ്ട്. അപ്പോ പയ്യെ പയ്യെ നമുക്ക് ഇപ്പൊ എടുക്കുമ്പോ 10 മിനിറ്റേ ഉള്ളൂ. 24 മണിക്കൂർ ഭഗവാൻ നമുക്ക് നൽകിയിട്ടുണ്ട്. അതിൽ 10 മിനിറ്റ് ആണ് നമ്മൾ എടുക്കുന്നത് അല്ലെ. അത് 20 മിനിറ്റ് ആക്കാൻ ശ്രമിക്കുക. കാരണം 24 മണിക്കൂറിൽ 1 മിനിറ്റ് നമ്മൾ മാറ്റി വെച്ചാൽ മതി. അപ്പൊ എത്ര സമയം? 24 മിനിറ്റ് കിട്ടും. 24 മിനിറ്റില് നമുക്ക് 3ഓ 4ഓ റൗണ്ട് ചാൻറ്റ് ചെയ്യാൻ പറ്റും. 1 മണിക്കൂറിൽ 1 മിനിറ്റ് മാറ്റി വെച്ചാൽ നമുക്ക് 24 മണിക്കൂർ ദൈവം തന്നിട്ടുണ്ട്. അത് നമുക്ക് സമയമില്ല എന്ന് പറയുന്നത് നമ്മൾ കണ്ടുപിടിക്കുന്ന ഒരു എക്സ്ക്യൂസ് ആണ്. സമയമൊക്കെ ഉണ്ട്, ഇഷ്ടം പോലെ ഉണ്ട്. ഭഗവാന് വേണ്ടി മാറ്റി വെക്കുക, അതൊരു ത്യാഗം തന്നെ. ജപയജ്ഞം ഏറ്റവും മഹത്തായ യജ്ഞങ്ങളിൽ ജപയജ്ഞോസ്മി എന്നാണ് ഭഗവാൻ പറയുന്നത്. നമ്മൾ പഠിച്ചു കഴിഞ്ഞതാ. അപ്പോ അതൊരു ഒന്നുള്ളത് 2 ആക്കാൻ ശ്രമിക്കുക. ഇപ്പൊ 3 മാസമായി നമ്മൾ ചെയ്യുന്നു. അപ്പൊ പയ്യെ പയ്യെ അത് 2 റൗണ്ട് ചാൻറ്റ് ചെയ്യാൻ ശ്രമിക്കുക. പയ്യെ പയ്യെ നമുക്കത് മുന്നോട്ട് കൊണ്ടുപോകാം. അപ്പോ എനിക്ക് എല്ലാവരും ഇപ്പൊ ഡെയിലി ചാൻറ്റ് ചെയ്യുന്നവർക്ക് ഒരു സർട്ടിഫിക്കറ്റ് നൽകണമെന്നുണ്ട്. അടുത്ത് തന്നെ ഞാനത് നമ്മുടെ മാനേജറിനോട് സംസാരിച്ചിട്ട്, മാനേജർ ഗോപാൽ പ്രഭുവിനോട് സംസാരിച്ചിട്ട് നമ്മൾ വേണ്ട വിധത്തിൽ അത് ചെയ്യാവുന്നതാണ്. അപ്പോ അതുപോലെ ഇത് കോഴ്സ് അറ്റൻഡ് ചെയ്യുന്ന എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഒരു നന്ദി രേഖപ്പെടുത്തുന്നു, ഇസ്കോണിന്റെ വകയും. ഇനി ഇതേ സപ്പോർട്ട് നമുക്ക് അടുത്ത 15 ദിവസം, ഞാൻ ജൂലൈ 24-ാം തീയതി മുതല് ഈശോപനിഷത്ത് ക്ലാസ്സസ് സ്റ്റാർട്ട് ചെയ്യുന്നു. അപ്പോൾ എല്ലാ ടീച്ചേഴ്സിനെയും അത് ഷെഡ്യൂൾ ചെയ്യുന്നുണ്ട്. അതിന്റെ ഒരു സമയമാണ്. പക്ഷെ നമ്മള് ഈ 17 ദിവസം അല്ലെങ്കിൽ ഇന്ന് 1-ാം തീയതിയായി, 23 ദിവസം നിങ്ങൾ ഡെയിലി ചാൻറ്റ് ചെയ്യണം. നമ്മൾ ക്ലാസ്സില്ലെന്ന് വിചാരിച്ചിട്ട് മടി കാണിക്കരുത്. എല്ലാവരും ഡെയിലി ഒരു 10 ശ്ലോകം, ഒരു 5 ശ്ലോകം എങ്കിലും ഡെയിലി വായിക്കണം. അല്ലെങ്കിൽ ഇതെല്ലാം വൃഥയാവും, ഇത് ഒന്നും ഇല്ലാണ്ട് പോവും. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, നമ്മൾ അതിന്റെ ടച്ച് വിട്ടു പോകരുത്. ഓക്കെ, താങ്ക് യു. ഓവർ ടു യു ദീനനാഥ് വിഠൽ പ്രഭു. എന്തെങ്കിലും പറയണ്ടെങ്കിൽ പറയാം ഇതിനെപ്പറ്റി. ഹരേ കൃഷ്ണ. അവര് എല്ലാവരും പറഞ്ഞു കഴിഞ്ഞു. നിങ്ങളുടെ ഈ ഉത്സാഹം, എല്ലാ ദിവസവും വരിക, ക്ലാസ് അറ്റൻഡ് ചെയ്യുക എന്നുള്ള ഈ ഉത്സാഹമാണ് ഇത് മുമ്പോട്ട് കൊണ്ടുപോകാനായിട്ട് നമ്മളെ വീണ്ടും പ്രചോദിപ്പിക്കുന്നത്. ഇതിൽ നിന്ന് നിങ്ങൾക്ക് പ്രയോജനം കിട്ടുന്നത് കൊണ്ടാണല്ലോ നിങ്ങൾ ഇവിടെ വന്നിരിക്കുന്നത്. അല്ലെന്നുണ്ടെങ്കിൽ ഈ 1 മണിക്കൂർ നിങ്ങളിങ്ങനെ ഇവിടെ വന്ന് സ്പെൻഡ് ചെയ്യില്ല, വേറെ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാം. അപ്പം ഈ പ്രയോജനം നിങ്ങളുടെ ജീവിതത്തിൽ കൂടുതൽ പ്രകാശം ചൊരിയട്ടെ എന്ന് ഭഗവാന്റെ അടുത്ത് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. കോഴ്സ് കഴിഞ്ഞു. നമ്മൾ ഇതുവരെ ചെയ്തത് അതിൻ്റെ ശ്ലോകങ്ങളുടെ വിവർത്തനം നമ്മൾ ക്യുക്കായിട്ട് വായിച്ചു എന്നാണ് നമ്മൾ ചെയ്തത്. ഇനി അതിൻ്റെ ഭാവാർത്ഥമുണ്ട്. കുറേശ്ശായിട്ട് വായിക്കുക. ദിവസവും 1 ശ്ലോകമെങ്കിലും പൂർണ്ണമായിട്ടും വായിക്കുക. അതിൽ നിന്നും ഭഗവാന്റെ അനുഗ്രഹം, ഗീതാമാതാവിൻ്റെ അനുഗ്രഹം എല്ലാവർക്കും ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവരും കലിയുഗ ധർമ്മമായിട്ടുള്ള ഹരിനാമ സങ്കീർത്തനം തുടർച്ചയായിട്ട് ചെയ്യുക.
ഗോപാൽ പ്രഭു പറഞ്ഞ പോലെ ABCDE സദാ സ്മരിക്കുക, അത് ജീവിതത്തിന്റെ ഭാഗമാക്കുക. എല്ലാ വിജയവും നേരുന്നു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. താങ്ക് യു പ്രഭു. ഒരു മിനിറ്റ്, കുറച്ച് ഇത് നമ്മുടെ ഈ ഗ്രൂപ്പില് എത്ര പേർക്ക് ഭഗവത്ഗീത യഥാരൂപം ഉണ്ട്? ഇല്ലാത്തവര് ഒന്ന് കമന്റ് ചെയ്യുക. ഇല്ലാത്തവര് യഥാരൂപം, ഭഗവത്ഗീത യഥാരൂപം ഞങ്ങളെ കോണ്ടാക്ട് ചെയ്താല് പുസ്തകം വീട്ടിലെത്തും. നമ്മളെ കോണ്ടാക്ട് ചെയ്യുക. ശ്രീല പ്രഭുപാദരുടെ ബുക്ക് ഭഗവത്ഗീത യഥാരൂപം. നമ്മൾ ഈ 2 സെഷൻ കഴിഞ്ഞു. ഭഗവത്ഗീത യഥാരൂപം എത്ര പേർക്കും ഉണ്ട്? ഇല്ലാത്തവര് കൈപ്പൊക്കുക, അല്ലെങ്കിൽ ഇല്ലാത്തവര് കമന്റ് ചെയ്യുക. അത് തെളിയുന്നില്ല പ്രഭു. ഇല്ല, തെളിയുന്നില്ല. ക്യാമറയുടെ എല്ലാവർക്കും ഉണ്ടോ? ഉണ്ട്. മാതാജിക്ക് ഉണ്ട്. ബാക്കി ഗിരിജ മാതാജിക്ക് ഉണ്ടോ? ഗിരിജ പുരുഷോത്തമൻ മാതാജി ഉണ്ട്. ഉഷാദേവി മാതാജി ഉണ്ട്. ഇതാരാണ്? വിവോ ഇരിക്കുന്നതെന്ന് ശ്യാമള മാതാജി ആയിരിക്കും അല്ലെ? അല്ല, അതെ അതെ, ശ്യാമള മാതാജി. ഓക്കെ. നന്ദകുമാർ പ്രഭു, AS നന്ദകുമാർ, യഥാരൂപം ഉണ്ടോ? ആരും മിണ്ടുന്നില്ല. ഗാലക്സി ടാബ് ആരുടെയാ? ഗാലക്സി ടാബ് S2 എനിക്ക് തോന്നുന്നേ നമ്മുടെ മാതാജി. മാതാജി പുസ്തകം ഉണ്ടോ മാതാജി? പുസ്തകം ഉണ്ടോ? ജനകുമാരി മാതാജി. പ്രവീൺ പ്രഭുവിനുണ്ടല്ലോ അല്ലെ? പ്രവീൺ എസ് നായർ. ഇല്ലെങ്കിൽ പറയൂ കേട്ടോ. കാരണം നമ്മൾ ഇത്രയും നല്ലൊരു പുസ്തകം നമുക്ക് വേറെ ഉണ്ടാവൂല. അത്രയും അത് ലോകത്തിൽ വെച്ച് ഏറ്റവും നല്ല പുസ്തകം പ്രഭുപാദരുടെ ഭഗവത്ഗീത തന്നെയാണ്. നമ്മള് പല ഭഗവത്ഗീതയും മാർക്കറ്റിൽ കിട്ടുമായിരിക്കും. പക്ഷെ ഇന്റർപ്രിറ്റേറ്റർ അല്ലെങ്കിൽ അതില് എഴുതി ചേർക്കുന്നത് നമുക്ക് വിശ്വസനീയമല്ല. ഇത് കംപ്ലീറ്റ് നമ്മുടെ പുരാണങ്ങളും ഉപനിഷത്തും എല്ലാം ചേർന്നതാണ് നമ്മുടെ യഥാരൂപം. അതില് ഒരു ഇത് കളവുണ്ടാവില്ല, അല്ലെങ്കിൽ അതില് ഒരു ഫോൾസ് ആയിട്ട് അല്ലെങ്കിൽ സ്പെക്കുലേഷൻസ്, ഊഹാപോഹങ്ങളായിട്ട് ഒന്നും ഉണ്ടാവില്ല. യഥാരൂപം എന്ന് വെച്ചാൽ ആ മീനിങ്, ഭഗവാൻ എന്താ പറഞ്ഞെന്ന് വെച്ചാൽ അത് തന്നെ യഥാരൂപം. അപ്പൊ അത് ഇല്ലാത്തവര് അത് പുസ്തകം കൈക്കലാക്കുക. എഴുതിയില്ലേ? എഴുതി. ഇനി മലയാളം പഠിക്കട്ടെ. അതുപോലെ ഈശോപനിഷത്ത് ബുക്ക് ഉണ്ടെങ്കിൽ ഇല്ലെങ്കിൽ നമ്മളെ അറിയിക്കുക. കുറച്ചുപേര് ഓർഡർ കൊടുത്തിട്ടുണ്ട്. മറ്റുള്ളവർക്കും കൂടെ നിങ്ങളുടെ ഫ്രണ്ട്സിനോടൊക്കെ ചോദിച്ചിട്ട് ഇതിൽ ചേർക്കാൻ ഒന്ന് ഹെൽപ്പ് ചെയ്യുക. നമുക്ക് ഇങ്ങനത്തെ ക്ലാസ്സസ് ഒന്നും പെട്ടെന്ന് എല്ലായിടത്തും കിട്ടില്ല. അപ്പൊ ഈ കിട്ടുന്ന അറിവ് മറ്റുള്ളവരില് പകരാനായിട്ട് സഹായിക്കുക. നിങ്ങളുടെ കൂടെ ഏറ്റവും ഇഷ്ടമുള്ള ഫ്രണ്ട്സിനെ അല്ലെങ്കിൽ നിങ്ങളുടെ റിലേറ്റീവ്സിനെ എല്ലാം ഇതില് കൊണ്ടുവരാൻ ശ്രമിക്കുക. ഓക്കെ, ഓവർ ടു യു മാതാജി. രേഷ്മ മാതാജി. രണ്ടിലൊന്നും ചോദിച്ചിട്ടില്ല.
ഓക്കെ, ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം. അപ്പൊ നമ്മൾ അടുത്ത ജൂലൈ 24 ആയിരിക്കും. അപ്പം മാതാജി പറഞ്ഞ പോലെ തന്നെ അത്രയും ദിവസം ഈ ആപ്പിൽ നമുക്ക് എല്ലാ ഹിരണ്യാകാശീപോർവക്ഷഃ ശില ശരണം പ്രപദേ തവ കരകമലവരേ നാഖാം അദ്ഭുത ശൃംഗാം ദളിത ഹിരണ്യകശിപോർ തനുഭൃംഗാം കേശവധൃത നരഹരിരൂപ ജയ ജഗദീശ ഹരേ ജയ ജഗദീശ ഹരേ जय जगदीश हरे जय नरसिंहदेव 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 जय नरसिंहदेव प्रहलाद महाराज जय प्रहलाद महाराज प्रहलाद महाराज जय प्रहलाद महाराज प्रभुपदा जय प्रभुपदा प्रभुपदा जय प्रभुपदा सर्वभक्त विघ्न विनाशक लक्ष्मीपति नरसिंहदेव भगवान की जय। श्रोमणी प्रहलाद महाराज की जय। कृष्ण